ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് കർത്താവിനെ വാഴ്ത്താം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ നമുക്ക് ഇന്ന് അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കുന്നല്ലോ. ഇന്നും കർത്താവ് നമ്മളെ ശക്തീകരിക്കും, ഇന്നും കർത്താവ് നമ്മളെ ബലപ്പെടുത്തും. സകല നന്മകളാലും സ്വർഗം നമ്മളെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് നമുക്ക് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ഇന്ന് ചെയ്യും. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് ഇന്ന് ഏറ്റുപറഞ്ഞോട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ സഹായം മനുഷ്യനല്ല, ദൈവമാണ്. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശം ഇല്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയും, ഇത് യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന്. ഞാൻ ദീർഘായുസോടെ ദിവ്യ ആരോഗ്യത്തോടെ കർത്താവിൻ്റെ പ്രവർത്തികളെ ഇന്ന് വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരത്തില്ല. കർത്താവിൻ്റെ കൂടെയുണ്ട്. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സകല ജാതിയോടും സുവിശേഷം പ്രസംഗിപ്പാനും, ഇന്ന് രോഗികളെ സൗഖ്യമാക്കുവാനും, ബന്ധിതരെ മോചിപ്പിക്കുവാനും, പീഡിതനെ കർത്താവിൽ നിന്ന് വിടിവിക്കുവാനും, ലോകരാജ്യങ്ങളോട് പ്രവചിക്കുവാനും, കർത്താവ് രോഗികളെ സൗഖ്യമാക്കുവാനും, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തികൾക്കായി നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇത് കർത്താവിലുള്ള അത്ഭുതത്തിൻ്റെ സമയമാണ്. നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വസിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുണ്ട്. വലിയ പ്രവർത്തികളാൽ പരിശുദ്ധാത്മാവ് നിറച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് നന്ദിയോടെ വാഴ്ത്താം, നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. എല്ലാ അതിരുകളിലുമേലും കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നല്ലോ, നമുക്ക് വേണ്ടി വീര്യപ്രവർത്തികളെ ചെയ്യുന്നല്ലോ. കർത്താവിൽ നമുക്ക് സ്തുതിക്കാം, ദൈവത്തിൽ നമുക്ക് നന്ദിയോടെ വാഴ്ത്താം. ഇത് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള പ്രാർത്ഥനയുടെ സമയമാണ്. ആമേൻ. തുടർമാനമായി നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ട് വരുന്നു. അതുകൂടാതെ നമ്മൾ മാർച്ച് മാസം 31 മുതൽ ഏപ്രിൽ മാസം 10 നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും 1 മണിക്കൂർ അന്യഭാഷയിൽ ഇന്ത്യൻ സമയം 3 മണിക്കും UK ടൈം 9 നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വലിയ കൃപയാൽ 8 ദിവസങ്ങൾ നമ്മൾ കൃപയാൽ ദൈവം നമ്മളെ സഹായിച്ചു. മുന്നോട്ടുള്ള സമയങ്ങൾ ഈ ഒരു മാസം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് ഓരോ പട്ടണങ്ങളെയും ഓരോ തിരുവനന്തപുരം ആയിക്കോട്ടെ, കണ്ണൂരായിക്കോട്ടെ, തൊടുപുഴ ആയിക്കോട്ടെ, ഈ 3 സ്ഥലങ്ങളെയും ഏൽപ്പിച്ച് നിങ്ങൾ അവർക്ക് ആ ദേശത്തിന് വേണ്ടി നിങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ജാതികൾ യേശുവിലേക്ക് വരണം, തകർന്ന ഭവനങ്ങൾ യേശുവിൽ വിടിവിക്കപ്പെടും, അനേക രോഗികൾ സൗഖ്യമാകും, അനേകം മദ്യപാനത്തിൻ്റെ, വെറുക്കൂത്തിൻ്റെ, ലോകത്തിൻ്റെ പാപത്തിൽ നിൽക്കുന്ന തലമുറകൾ യേശുവിലേക്ക് മാനസാന്തരപ്പെട്ടു വരും. നമ്മൾ വിതയ്ക്കുകയാണ്, നമ്മുടെ അപ്പത്തെ വെള്ളത്തിൻ്റെ മീതെ എറിയുകയാണ്. ഈ അവസരം പാഴാക്കല്ലേ, ദൈവം കാണുന്നുണ്ട്. ബൈബിൾ പറയുന്നു, യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് യഹോവ കുനിഞ്ഞ് ഭൂമിയിലേക്ക് നോക്കി. അപ്പം നമ്മളെ കാണണം ദൈവത്തിന്. ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. പ്രത്യേകിച്ച് യാത്രകളെയൊക്കെ ഓർത്ത് നിങ്ങൾ നന്ദി പറഞ്ഞു പറയുന്ന ഫ്ലൈറ്റുകളൊക്കെ ആ സമയത്ത് ക്ലിയർ ആയിരിക്കുന്നു. ഒരു മാത്രമല്ല, ഞാൻ ഇന്നലെ ഏപ്രിൽ 31 പറഞ്ഞത്, ക്ഷമിക്കണം. ഇന്നലെ യൂട്യൂബിലുള്ള മീറ്റിങ്ങിൽ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. മാർച്ച് 31. അപ്പോൾ ആർക്കെങ്കിലും പുതുതായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഏപ്രിലല്ല, മാർച്ച് 31 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുന്നത്. ആദ്യ മീറ്റിംഗ് കണ്ണൂരാണ്. പോസ്റ്ററുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വുമൺസ് മീറ്റിങ്ങിൽ പ്രിയ സിസ്റ്റർ എടുത്ത വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഉള്ളത്തിൽ ഈ ദിവസങ്ങൾ നമ്മൾ മുഴുവൻ അത് ചിന്തിക്കുന്ന ഒരു വാക്യമാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക വിഷയം തന്നെയാണ്. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡികളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളത്. നമ്മുടെ ഹൃദയത്തിൽ കോട്ടകളെ ഇടിക്കണം. നോക്കി, കോട്ടകൾ. ആമേൻ. അപ്പോൾ ഈ കോട്ടകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് കൂടുതൽ കുറച്ചും കൂടെ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിങ്ങൾ യൂട്യൂബിൽ കിടപ്പുണ്ടത്. നമ്മളെല്ലാ വിശ്വാസികളും അത് തിരിച്ചറിഞ്ഞ് വേണം അത് പ്രാർത്ഥിക്കാൻ വേണ്ടി. എങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില വചനങ്ങൾ ഇന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം.
അതിനായിട്ടൊരു വാക്യം നിങ്ങളുടെ മുമ്പാകെ എടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ പറ്റി ബൈബിൾ പറയുന്നു, ജഡസ്വഭാവമുള്ളവർ ജഡത്തിലുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിലുള്ളതും ചിന്തിക്കുന്നു. ശ്രദ്ധിച്ചോണെ, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. നമ്മൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു കാലഘട്ടം ഇന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുമായിരുന്നു, ഒരു കാലഘട്ടത്തിൻ്റെ അകത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന പോലെ കൃപയാൽ നമുക്ക് ഇത്രയും ആളുകളൊന്നും പ്രാർത്ഥന കേൾക്കാനോ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലാണ്, റോമാലേഖനം 8. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് തീർച്ചയായിട്ടും യുദ്ധത്തിന് വേണ്ടിയൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. യുദ്ധം അവസാനിക്കണം, ഇനി ഒരു അനർത്ഥം ഭൂമിയിൽ സംഭവിക്കാതിരിപ്പാൻ യഹോവയുടെ കരം എല്ലാ കാര്യത്തിലും മേലും വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. ആമേൻ. നോക്കിയ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 6-7 വാക്യത്തിൽ പറയുന്നു, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. രണ്ട് കാര്യമാണ്, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ആമേൻ. അപ്പം ഇവിടെ ജഡത്തിന്റെ ചിന്ത, ആത്മാവിന്റെ ചിന്ത, ഈ വക മൊത്തം നോക്കിയാൽ മതി. ജഡത്തിന്റെ ചിന്തകൾ, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പം നമ്മുടെ ആകുല ചിന്തകളുമായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ശ്രദ്ധിച്ചോണം, ഈ ആകുല ചിന്തകളാണ് പിന്നെ നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ആമേൻ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ പണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് നമുക്കിന്ന് ഇതുപോലെ കാണുന്ന ആളുകളോ വ്യക്തികളോ ഇന്ന് ഈ കാണുന്ന രീതിയിലൊന്നും നമുക്കില്ലായിരുന്നു. അപ്പോൾ ആ സമയങ്ങളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ ആഗ്രഹത്തോടെ കാണുമായിരുന്നു. ആഗ്രഹത്തോടെ, നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ച് ഈ വിശ്വാസത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, വിശ്വാസ സമൂഹത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുക എന്നൊരു കാഴ്ചപ്പാട് നമ്മുടെ ഇടയിലുണ്ട്. ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെ പല പഠിപ്പീരുകളുമുണ്ട്. എന്നാൽ ആ പ്രാർത്ഥനാ സമയത്തും നമ്മൾ അത് വിശ്വാസത്താൽ കാണുവാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, പക്ഷെ നമ്മളത് കാണുമായിരുന്നു. പ്രാർത്ഥിക്കാൻ വേണ്ടി അന്യഭാഷയിൽ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന സമയത്തോ അങ്ങ് കാണുവാണ് കർത്താവിന്റെ സുവിശേഷവുമായിട്ട് ലോകം മുഴുവൻ പോകുന്നതും കർത്താവിന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതും പ്രവചിക്കുന്നതും ഒക്കെ കാണുമായിരുന്നു. അപ്പൊ എന്തുവാണ് ഈ കാണുന്നതിന്റെ പ്രത്യേകത? നിങ്ങളിവിടെ ഞാനൊരു വാക്യം എടുത്തിട്ട് ഇതിലേക്ക് വരാം. മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട്. കണ്ടോ? അപ്പൊ നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആദ്യം നമ്മുടെ ഹൃദയത്തിൽ, ആ വാക്കുകളുടെ ഹൃദയത്തിൽ സംശയിക്കാതെ. അപ്പൊ മർക്കോസിന്റെ സുവിശേഷം 15-ാം വാക്യത്തിലാണ്, അതിന്റെ 23. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പിശാച് കൊണ്ടുവന്ന് കോട്ടകളിടും. നോക്കിക്കേ, കോട്ടകളിടും. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള സകല വിഷയങ്ങളും ആ സമയത്ത് വെളിപ്പെട്ട് വരും. നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾ, അത് നിമിത്തം എന്താണോ സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരും. അതാണ് ജഡത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ കാഴ്ചകൾ കാണും. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് ഇപ്പൊ കടഭാരമായ രോഗമായിക്കോട്ടെ, കുടുംബത്തിലെ വിഷയമായി, കുഞ്ഞുങ്ങളുടെ വിഷയമായിക്കോട്ടെ, നിങ്ങളുടെ ഏത് വിഷയമായിക്കോട്ടെ, ഇത് നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും, ഫില്ലായിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഫില്ലായിക്കൊണ്ടിരിക്കും. നമ്മൾ അന്യഭാഷ പറയാം, ഹുറബല റമന കടദറമ കസഹലബ. അന്യഭാഷ പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് മൊത്തം ഇരിക്കുന്നത് ജഡത്തിന്റെ ചിന്തയാണ്. ജഡത്തിന്റെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന വിഷയങ്ങളും അതിന്റെ അവസാനം, അതായത് എന്താണോ അത് നിമിത്തം ഉണ്ടാകാൻ പോകുന്ന തകർച്ച, ഇത് കാണുന്നതാണ് ജഡത്തിൽ ചിന്തിക്കുക എന്ന് പറഞ്ഞ്. സാധാരണ മനുഷ്യനെ പോലെ നമ്മൾ ചിന്തിക്കുന്നു. ഇത് നമ്മുടെ മനസ്സിൽ ഫില്ല. അപ്പൊ ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നാ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് വിശ്വാസം ക്രിയേറ്റ് ആകത്തില്ല. നോക്കിക്കേ, മർക്കോസിൽ യേശു പറഞ്ഞ വാക്കുകൊണ്ടോ, ഹൃദയത്തിൽ സംശയിക്കാതെ നിങ്ങൾ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്. കണ്ടോ? അപ്പൊ നമ്മൾ എന്താ കാണേണ്ടത്? എന്താ കാണേണ്ടത്? ഒന്ന് പറഞ്ഞേ, നിങ്ങൾ എന്താണ് കാണേണ്ടത്? ആ സമയത്ത് ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ എന്നാ കാണേണ്ടത്? സംഭവിക്കും. അതായത് നിങ്ങൾ എന്താണോ ദൈവവചനത്താൽ ആഗ്രഹിക്കുന്നത് അത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ അത് കാണണം.
ഹൃദയത്തിൽ അത് കാണുമ്പോൾ സംശയത്തിന് പകരം വിശ്വാസം ഉണ്ടാകുന്നു. കണ്ടോ? പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ജഡത്തിലാകുന്നത് കൊണ്ട് അവിടെ വിശ്വാസം വരുന്നില്ല, അവിടെ വിശ്വാസം പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ബൈബിൾ പറയുന്നു, റോമാലേഖനം 8-ാം വാക്യത്തിൽ പറയുന്നു, ജഡത്തിന്റെ ചിന്ത, ജഡസ്വഭാവമുള്ളവർ ജഡത്തിലുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിലുള്ളതും ചിന്തിക്കുന്നു. ആത്മാവിലുള്ളത്. ഇപ്പൊ പരിശുദ്ധാത്മാവിലുള്ളത് എന്തുവാ? യേശു പറഞ്ഞു, ഞാൻ പോയ ശേഷം കാര്യസ്ഥൻ വരും. കാര്യസ്ഥൻ എന്താ എന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. കണ്ടോ? അപ്പൊ പരിശുദ്ധാത്മാവിൽ ചിന്തിക്കുന്നത് ജീവനും സമാധാനവും. ജീവൻ എന്താണ്? വചനം. കണ്ടോ? അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് വചനത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ആ വചനത്തിൽ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് അത് നിങ്ങൾ കണ്ടുകൊണ്ട് അന്യഭാഷ പറയുമ്പോൾ നിങ്ങൾക്ക് ജീവനും സമാധാനവും ഉണ്ടാകും. കണ്ടോ? അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? മരണം ഉണ്ടാകും. മരണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നെഗറ്റീവുകൾ ഉണ്ടാകും. ഹല്ലേലൂയ. പക്ഷെ ബ്രദറെ, ഞാൻ 6 മണിക്കൂർ അന്യഭാഷയെ പ്രാർത്ഥിച്ചു ബ്രദറെ, പക്ഷെ ചിന്തിച്ചത് എന്തുവാ? ചിന്തിച്ചത് എന്താ? നിങ്ങൾ ഈ വാക്ക് നോക്കിയോണം. പുറപ്പാട് പുസ്തകം വായിക്കുന്ന സമയത്ത് അതിന്റെ 35-ാമത്തെ വാക്യത്തിന്റെ 31-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കൗശലപ്പണികളെ സങ്കല്പിച്ചുണ്ടാക്കുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണികളായി സകലവിധ കൗശലപ്പണികളും ചെയ്യുവാനും അവർക്ക് ദിവ്യ ആത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സാമർഥ്യവും നിറച്ചിരിക്കുന്നു. കണ്ടോ? നിറച്ചിരിക്കുന്നു. പറഞ്ഞോട്ടെ, നിറച്ചിരിക്കുന്നു. പറ. ആമേൻ. നമ്മൾ ഒരു തവണ ഈ വാക്യം ഒരു തവണയല്ല പലതവണ ഈ വാക്യം പറഞ്ഞിട്ടുള്ളതാണ്. പലതവണ ഈ വാചനം പറഞ്ഞിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് സ്പിരിച്വൽ ഗിഫ്റ്റുകളെ പറ്റി എടുക്കുമ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതായത് ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഏതെങ്കിലും ഒരു കാര്യം എന്ന് പറഞ്ഞു മനസ്സിൽ ആഗ്രഹിക്കും. ഒരു സാധനം ഉണ്ടാക്കി, ഒരു മരത്തിൽ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കും. ഒരു മരത്തടിയിൽ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കും. ഏതെങ്കിലും ഒരു സാധനം പറയും, എന്തെങ്കിലും രൂപമോ എന്തെങ്കിലും. വലിയതല്ല, ചെറുത് എന്തെങ്കിലും. പോട്ടെ, നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ. ഇപ്പൊ നിങ്ങൾ കസേര, തത്തമ്മ, പൂച്ച അല്ലെങ്കിൽ കിളികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് കേട്ടെ, ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു സാധനം, കൗശലപ്പണികളെ സങ്കല്പിക്കുക. അതായത് ഇന്ന് വരെ ഭൂമിയിൽ കണ്ടിട്ടില്ല, ഇതുവരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. നമുക്കറിയാം, ഇന്നേക്ക് ഒരു 150 വർഷങ്ങൾക്ക് മുമ്പ് മൊബൈൽ ഫോൺ, ടച്ച് സ്ക്രീൻ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കാൻ പറ്റത്തില്ല അല്ലേ? ഇന്ന് നമ്മൾ പറയണ മൊബൈൽ ഫോൺ, ടച്ച് സ്ക്രീൻ ഉണ്ട്, ആൻഡ്രോയിഡ് ഫോൺ ഉണ്ട്, ആപ്പിൾ ഉണ്ട്, അതുണ്ട്, ഇതുകൊണ്ടൊക്കെ പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഓക്കെ, ഇതാണ് ആപ്പിൾ ഫോൺ. ഇത് ഒരു 300 വർഷം മുമ്പോ 200 വർഷം മുമ്പോ 100 വർഷം മുമ്പോ ഏവൻ 50 വർഷം മുമ്പ്, വേണ്ട 30 വർഷം മുമ്പോ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ആണോ അല്ലേ? നിങ്ങൾ പറ. ടച്ച് ഫോണോ, മൊബൈൽ ഫോണോ, വയർലെസ് ഫോണോ, എല്ലായിടത്തും പോകുമ്പോൾ വീഡിയോ കോൾ കാണാൻ പറ്റുന്ന ഫെസിലിറ്റിയോ, ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഏതോ ഒരു മനുഷ്യന്റെ അകത്തുണ്ടായ ഒരു സങ്കല്പമാണ്, ഏതോ ഒരു മനുഷ്യന്റെ അകത്തുണ്ടായ ഒരു ചിന്തയാണ് ഒരു സ്ഥലത്ത് നിന്നും മറു സ്ഥലത്ത് നിൽക്കുന്ന ഒരാൾക്ക് എന്താ പറയുന്നത്, കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി. കണ്ടോ? വയറില്ലാതെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സാധനം, വീഡിയോയും ഫോട്ടോയും അതും ഇതുമൊക്കെ കാണാൻ പറ്റുന്ന ഒരു പ്രത്യേക തരത്തിലൊരു ചതുരപ്പെട്ടി. കണ്ടോ? 50 വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് നമുക്കത് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ കാരണം ആരുടെയോ മനസ്സിൽ സങ്കല്പിച്ചുണ്ടാക്കിയതിനെ അവർ പുറത്തേക്ക് എടുത്തത് കൊണ്ടാണ്. ഇവിടെ നോക്കിക്കേ, കൗശലപ്പണികൾ ഇന്നേ വരെ യഹൂദന്മാർ ചെയ്തിട്ടില്ല. ഇസ്രായേൽ എന്ന് പറയപ്പെട്ട ജനം ചെയ്തിട്ടില്ല. അവർക്ക് അറിയത്തില്ല എങ്ങനെ ചെയ്യണമെന്ന്. പക്ഷേ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? ബൈബിൾ പറയുന്നത് ദിവ്യാത്മാവിനാൽ, 33-ാമത്തെ വാക്യം കൊണ്ടോ, ദിവ്യാത്മാവിനാൽ അവർക്ക് ജ്ഞാനവും ബുദ്ധിയും സാമർഥ്യവും നിറച്ചു. അപ്പൊ അവരുടെ അകത്ത് എന്ത് കൊടുത്തു? ദൈവാത്മാവ് ജ്ഞാനം കൊടുത്തു.
അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം ആ ഒരു യെരൂശലേം ദേവാലയം പണിയുമ്പോൾ, സമാഗമന കൂടാരത്തിന്റെ അകത്ത് അല്ലെങ്കിൽ ആ കൂടാരം പണിയുന്ന സമയത്ത് ഇന്ന കൗശലപ്പണി വേണം. ദൈവത്തിന്റെ ആഗ്രഹത്തെ പരിശുദ്ധാത്മാവിലൂടെ മനുഷ്യന്റെ ഹൃദയത്തിൽ കൊടുത്തു. കണ്ടോ? ദൈവത്തിന്റെ ആഗ്രഹത്തെ പരിശുദ്ധ ആത്മാവിലൂടെ മനുഷ്യന്റെ ഹൃദയത്തിൽ കൊടുത്തു. മനുഷ്യന്റെ മുമ്പിൽ ഒരു തടിക്കഷ്ണം കൊണ്ട് വെക്കുമ്പോൾ അവൻ കാണുന്നത് ദൈവത്തിന്റെ പ്ലാനാണ്. കണ്ടോ? അപ്പൊ ദൈവത്തിന്റെ ഹൃദയത്തിലിരുന്നത് പരിശുദ്ധ ആത്മാവിലൂടെ ഒരു തടിയിലേക്ക് അവൻ കാണുവാണ്. മോശ കൊണ്ടുവന്ന് വലിയ തടിക്കഷ്ണം കൊണ്ടൊരു വലിയൊരു മരം മുറിച്ച് അവരുടെ മുമ്പിൽ കൊണ്ട് വിടുമ്പോഴേക്കും നമ്മൾ കാണുന്നത് എന്തുവാ? ഇത് വെട്ടി എങ്ങനെയെങ്കിലും കഞ്ഞിയും കറിയും വെക്കാം. നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. 4 വെട്ടി, 5 വെട്ടി, 10 വെട്ടി, ഒടിച്ച് മടക്കി വിറക് ഉണക്കി അടുപ്പേ വെച്ച് ഇറച്ചിക്കറിയോ മീൻകറിയോ ഒക്കെ വെക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഇവന്റെ മനസ്സിന്റെ അകത്ത് ആഗ്രഹം ദൈവം പറഞ്ഞൊരു കൗശലപ്പണി തുറന്നു വരികയാ. കണ്ടോ? ഇവന്റെ അകത്തൊരു സങ്കല്പം ഉണ്ടായി വരികയാ. ആമേൻ. അതിന് താഴത്തെ വാക്യം നന്നായിട്ട് പറയുന്നുണ്ട്. നോക്കിക്കേ, കൊത്തുപണികളും കൗശലപ്പണികളും നീലനൂൽ, ദുർമവല്ലി, ചുമന്ന നൂല്, പഞ്ഞിനൂൽ എന്നിവ പണി ചെയ്യുവാനും തൈക്കാരനും നെയ്ക്കാരനും ഏതുതരം കൗശലപ്പണി ചെയ്യുവാനും സങ്കൽപ്പിച്ചുണ്ടാക്കുന്നവരുടെയും സകല പ്രവൃത്തിയും ചെയ്യുവാൻ അവരുടെ മനസ്സിൽ ജ്ഞാനം നിറച്ചിരിക്കുന്നു. കണ്ടോ? അവരുടെ മനസ്സിൽ സങ്കൽപ്പിക്കുവാൻ, അതിനെ ചിന്തിക്കുവാൻ, അതിനെ എക്സിക്യൂട്ട് ചെയ്യുവാൻ ദൈവം അവരുടെ ഉള്ളത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? ജ്ഞാനത്തെ നിറച്ചിരിക്കുന്നു. വാക്കുകൊണ്ടോ എങ്ങനെയാ ഈ ജ്ഞാനം വന്നത് പറയാൻ പറ്റുമോ? അത്രയും വാക്യം വായിച്ചതിന്റെ അകത്ത് എങ്ങനെയാണ് അവർക്ക് ഈ ജ്ഞാനം ലഭിച്ചത്? വിസ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞേക്കുന്നത് ദൈവത്തിന്റെ വിസ്ഡത്തെ അവർക്ക് കൊടുത്തു. ദൈവത്തിന്റെ ജ്ഞാനം അവർക്ക് വന്നു. എങ്ങനെ വന്നു? എങ്ങനെ വന്നത്? പരിശുദ്ധ ആത്മാവിനാൽ അവർക്ക് വന്നു. അപ്പൊ അവർ ചിന്തിക്കുന്നത് എങ്ങനെയാ? ജഡത്തിലാണോ? നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെ? ഈ വിറക് വെട്ടി എങ്ങനെ കറി വെക്കാം? അവർ ആത്മാവിൽ ചിന്തിക്കുന്നു. കണ്ടോ? അവർ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഒരു കൗശലപ്പണി ചെയ്യാൻ പറ്റുന്നത്? നമ്മളതിനെ വെട്ടി 3-4 തീ കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ആത്മാവിൽ ചിന്തിക്കുന്നു. നമ്മൾ ജഡത്തിൽ ചിന്തിക്കുന്നു, ആത്മാവിൽ ചിന്തിക്കും. ജഡത്തിൽ ചിന്തിക്കുന്നത് വിറകാക്കാം, ആത്മാവിൽ ചിന്തിക്കുന്നവൻ ഇതിനെ കൗശലപ്പണി ചെയ്ത് കൊത്തുപണി ചെയ്ത് മനോഹരമാക്കിയ ദൈവത്തിന്റെ ഒരു പ്ലാനിലേക്ക് വരാൻ പറ്റും. അപ്പൊ നമ്മുടെ അകത്തൊരു സങ്കല്പമുണ്ട്, നമ്മുടെ അകത്തൊരു ഇമാജിനേഷൻ ഉണ്ട്. ഇമാജിനേഷനെ പ്രോത്സാഹിപ്പിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാവോ? കൊരിന്ത്യർ പറഞ്ഞ കോട്ടകളെ കൊണ്ടുവന്ന് പിശാചിടും. കോട്ടകൾ നോക്കി, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിക്കും. ഇപ്പൊ മനസ്സിലായോ? ഇതാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം. ഇതാണ് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സം. നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിക്കുമ്പോഴേ കൊച്ചിന്റെ വിഷയം ഓർക്കും അങ്ങ് കരച്ചിൽ വരുമല്ലേ പ്രിയരെ? പിന്നെ കരഞ്ഞോണ്ടേ അന്യഭാഷ പറഞ്ഞു, എന്റെ കർത്താവേ കൊച്ചിന്റെ വിഷയം ബോറാബലക്കസ, എന്റെ കുടുംബ വിഷയം റേബലകസിയ. എന്തിനാ കരഞ്ഞോണ്ടിരിക്കുന്ന അറിയാവോ? നിങ്ങൾ കാണുന്ന മൊത്തവും ആ കൊച്ചിന്റെ വിഷയത്തിന്റെ പരാജയങ്ങളും നിരാശകളും തകർച്ചകളും കാണുമ്പോൾ അന്യഭാഷ പറയുമ്പോൾ അവിടെ ക്രിയേറ്റ് ആകുന്നത് ജഡത്തിന്റെ ചിന്തകളാണ്. അവിടെ ആക്ടിവേറ്റ് ആകുന്നത് വിശ്വാസമല്ല, അവിശ്വാസമാണ്. അവിടെ ആക്ടിവേറ്റ് ആകുന്നത് മരണമാണ്, തകർച്ചയാണ്. അപ്പൊ ബ്രദറെ, ഞാൻ അന്യഭാഷ പറയുന്നുണ്ട് ബ്രദറെ, ഞാൻ വചനം പറയുന്നുണ്ട് ബ്രദറെ, പക്ഷേ അവിടെ സംഭവിക്കുന്നത് വിറക് വെട്ടി കഞ്ഞി വെക്കാൻ വേണ്ടി പോവുക. അവിടെ ഒരു കോട്ട ഉണ്ടായി വരികയാണ്. ഈ കോട്ടകളെ ഇടിക്കുന്നത് എങ്ങനെയാണ്? ആത്മാവിൽ ചിന്തിക്കണം. യേശു പറഞ്ഞ വാക്കുകൊണ്ടോ, മർക്കോസിൽ പറയുന്ന വാക്കുകൊണ്ടോ, താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്. അപ്പൊ അത് കണ്ടുകൊണ്ട് അന്യഭാഷ പറയണം. വെറുതെ അന്യഭാഷ പറഞ്ഞാൽ എന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകുമെങ്കിലും അക്കൗണ്ടിൽ പൈസ ഇടുന്നത് പോലെയാ. ATM കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അക്കൗണ്ട് മൊത്തം നിറഞ്ഞു കിടക്കുക. ഈ പ്രാർത്ഥിച്ച് ഈ ആത്മ മനുഷ്യൻ അങ്ങോട്ട് ബലപ്പെട്ടു കിടക്കുക. പക്ഷെ റിലീസ് ആകുന്നില്ല. റിലീസ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം? കൗശലപ്പണികൾ കൊത്തി ഉണ്ടാക്കണമെങ്കിൽ സങ്കൽപ്പിക്കണം. രാവിലെ മുതൽ മോശ തടി വെട്ടിക്കൊണ്ടിട്ടേക്കോ, മക്കളെ ഇനി പെട്ടെന്ന് ദൈവം പറഞ്ഞ പ്ലാൻ ഉണ്ടാക്കിത്താ.
അവരവിടെ ഇരുന്നുകൊണ്ട് ചിന്തിക്കുക, ബ്രദറെ, എന്റെ മോശെ, ഞങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? നീ ആത്മാവിൽ ചിന്തിക്ക്, നീ ആത്മാവിൽ ചിന്തിക്ക്. ആത്മാവിൽ ചിന്തിക്കുമ്പം നിനക്ക് കൗശലപ്പണി ചെയ്തെടുക്കാൻ പറ്റും. നോക്കിയാ വാക്കുകൊണ്ടോ, പുറപ്പാട് പുസ്തകത്തിലെ വാക്കുകൊണ്ടോ നിങ്ങൾ? കൗശലപ്പണികളെ സങ്കല്പിച്ചുണ്ടാക്കുവാനും സകല പ്രവൃത്തിയും ചെയ്യുവാനും അവരുടെ മനസ്സിൽ ജ്ഞാനം നിറച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിൽ അഥവാ ഹൃദയത്തിൽ. എസെക്കിയേലിന്റെ പുസ്തകം കണ്ടോ? എന്റെ ചട്ടങ്ങളിൽ നടന്ന് എന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്കൊരു ഹൃദയത്തെ നൽകിയിരിക്കുന്നു. ഞാൻ പുതിയൊരു ആത്മാവിനെ അവരുടെ ഉള്ളത്തിൽ ആക്കുകയും ചെയ്തു. കല്ലായ ഹൃദയം അവർ നീക്കി ജഡത്തിൽ നീക്കി മാംസളമായ ഹൃദയം കൊടുത്തിരിക്കുന്നു. ആമേൻ. നമുക്കൊരാത്മാവിനെ തന്നിരിക്കുന്നു. ഈ ആത്മാവിനെ വേണം ചിന്തിക്കുവാൻ. നിങ്ങൾ ഇപ്പൊ നിങ്ങൾ പറയാം, മദ്യപാനിയായ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ബ്രദറെ, കർത്താവേ, ഊറാബന്ധനഹസ്തിയ മദ്യപാനിയായ. അപ്പൊ പിശാച് എന്നറിയ കോട്ട കൊണ്ടിടും മനസ്സിൽ. കൂടുതൽ മദ്യപിക്കുന്നതും മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നതും കുടുംബം, ഇതിങ്ങനെ പണ്ടത്തെ കാഴ്ചകളും ഇന്നത്തെ കാഴ്ചകളും വരാൻ പോകുന്ന നെഗറ്റീവ് കാഴ്ചകളും എല്ലാം ആ സമയത്ത് നിങ്ങളുടെ മനസ്സിലോട്ട് നിറയ്ക്കുവാൻ തുടങ്ങും. കണ്ടോ? അപ്പൊ ഇത് കണ്ടുകൊണ്ട് അന്യഭാഷ പറയാൻ നമുക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. ഇത് കണ്ടുകൊണ്ട് അന്യഭാഷ പറയുന്നതുകൊണ്ട് നമുക്ക് അടുത്തൊരു ലെവലിലോട്ട് കയറാൻ പറ്റുന്നില്ല. നമ്മൾ അവിടെ നിൽക്കുവാണ്. നോക്കിക്കേ, ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ എപ്പോഴും ഉദാഹരണമാണ്. ഹന്ന ദൈവസന്നിധി കരഞ്ഞുകൊണ്ടിരിക്കുക. കരഞ്ഞ് 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 കർത്താവ് ഒട്ടു സമയം. അത് ഞാൻ വിശ്വസിക്കുന്നു, ആ ഏലിയുടെ വരവ് ഒരു അനുഗ്രഹമാണ്. ഏലി വന്ന് ചോദിച്ചില്ലായിരുന്നെങ്കിൽ ഹന്ന എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്നേനെ. ഹന്ന ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തെ ഞാൻ ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കുഞ്ഞില്ല, എൻ്റെ പ്രതിയോഗി എന്നെ എപ്പോഴും ഉപദ്രവിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏലി വന്നിട്ട് പറഞ്ഞു, നീ വീഞ്ഞ് കുടിച്ച് മത്ത് പിടിച്ചിരിക്കുകയാണെങ്കിൽ അല്ലെന്നേ, ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഞാൻ എൻ്റെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്താ നിന്റെ ആഗ്രഹം? എനിക്കൊരു കുഞ്ഞ് വേണം. അടുത്തത്, നിന്റെ ആഗ്രഹം പോലെ ദൈവം നിനക്ക് തരട്ടെ എന്നൊരൊറ്റ ദൂത് പറഞ്ഞു. പിന്നെ ഹന്ന കരഞ്ഞില്ല. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? അതുവരെ ഹന്ന കേട്ടുകൊണ്ടിരുന്നതും അതുവരെ ഹന്നയുടെ മനസ്സിൽ മൊത്തം നിറഞ്ഞു തന്റെ പ്രതിയോഗി, തന്റെ വീടിന്റെ അകത്തുള്ള ആൾക്കാർ പറഞ്ഞു, എന്തിനായി പ്രാർത്ഥനയ്ക്ക് പോകുന്നത്? കുഞ്ഞുമില്ല, ഒന്നുമില്ല, തലമുറയില്ല, ഒന്നുമില്ല. എപ്പം നോക്കിയാലും പ്രാർത്ഥനയെ സ്വോത്രം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിയോഗി കുത്തിക്കൊണ്ടിരിക്കുക. ഇത് നിറച്ചുകൊണ്ടാണ് ഹന്ന പ്രാർത്ഥനയ്ക്ക് വരുന്നത്. ഇത് നിറച്ചുകൊണ്ട് ഹന്ന പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഹന്നയ്ക്ക് ചിരിക്കാൻ പറ്റുന്നില്ല, ആരാധിക്കാൻ പറ്റുന്നില്ല. ഞാനോ മനോവ്യസനമുള്ള സ്ത്രീ എന്ന് ഹന്ന തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഹന്നയ്ക്ക് മനോവ്യസനം വരാൻ കാരണം? നോക്കിയേ, 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യല്ലേ? നോക്കിയേ, അവളെ വാക്യം പറഞ്ഞു, അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കാൻ തക്കവണ്ണം അവളെ മുഷിഞ്ഞു. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് 1:7 അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തു പോന്നു. അവൾ അവരെ മുഷിപ്പിച്ചുകൊണ്ട് അവൾ കരഞ്ഞും പട്ടിണി കിടന്നും അവളുടെ ഭർത്താവ് ഏൽക്കാനുള്ള, ഹന്നെ, നീ എന്തിന് കരയുന്നു? നീ എന്തിന് പട്ടിണി കിടക്കുന്നു? നീ എന്തിന് വ്യസനിക്കുന്നു? കണ്ടോ ഹന്നയുടെ അവസ്ഥ? കണ്ടോ? ഹന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയരെ. ഹന്ന വല്ലാത്ത ദുഃഖത്തിന്റെ അകത്തായിരിക്കുന്നത്. ഹന്നയുടെ ഭർത്താവ് ചോദിക്കും, നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ പട്ടിണി കിടക്കുന്നത്? നീ എന്തിനാ വ്യസനിക്കുന്നത് എന്ന് പറയുക. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അവൻ ഹിലോഗിൽ വെച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം ഹന്ന എഴുന്നേറ്റ് പിന്നെ പോയി. പുരോഹിതനായ ഏലി യഹോവയുടെ മന്ദിരത്തിൽ ആസനത്തിൽ ഇരിക്കുകയായിരുന്നു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു കരഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ഹന്നയ്ക്ക് മനോവ്യസനം വരാൻ കാരണം ഒന്ന് പറയാൻ പറ്റുമോ? ഹന്ന കണ്ണടയ്ക്കുമ്പോൾ മൊത്തം കാണുന്നത് പ്രതിയോഗിയായ, നോക്കിയ വാക്കുകൊണ്ട് തന്റെ പ്രതിയോഗി എപ്പോഴും അവളെ വ്യസനിപ്പിക്കും. നോക്കിയ വാക്കുകൊണ്ട് 6-ാമത്തെ വാക്യം കണ്ടോ? പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കും. അപ്പൊ ഹന്നയുടെ മനസ്സിൽ മൊത്തം തിരിച്ചാ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അവൾ അവിടെ ഉണ്ട്. അവൾ ഇന്ന് എന്നെ വ്യസനിപ്പിക്കും, എല്ലാവരും എന്നെ കരയിപ്പിക്കും. ഇത് പറഞ്ഞുകൊണ്ടാണ് ഹന്ന എന്ത് ചെയ്യുന്നത്? അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു കരഞ്ഞു. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞ, കരഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ആളോട് ഞാൻ പറയും, എൻ്റെ പ്രിയരെ, ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ വേണം പ്രാർത്ഥിക്കാൻ. നോക്കി ആ വാക്കുണ്ടോ? അടുത്ത വാക്യത്തിൽ പറഞ്ഞു, നമ്മൾ യഹോവയോട് നേർച്ച നേർന്നു.
സൈന്യങ്ങളുടെ യഹോവയാണേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തിന് നൽകുകയും ചെയ്താൽ അടിയൻ അവന് ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവന്റെ തലയെ ശൗര്യം വെക്കത്തില്ല. അപ്പോൾ ഒരു ഉടമ്പടി വെക്കുക, കർത്താവെ ഈ കരച്ചിലിന്റെ അകത്തും വിഷമത്തിന്റെ അകത്തും വേദനയ്ക്കകത്തും നിന്നുകൊണ്ട് അവൾ ഉടമ്പടി വെക്കുക, കർത്താവെ എനിക്കൊരു ആൺ കുഞ്ഞിനെ തന്നാൽ ഞാൻ യഹോവയ്ക്ക് പുരോഹിതനായി കൊടുക്കും. പക്ഷെ എന്നിട്ടും കൊച്ചിനെ കിട്ടുന്നില്ല, എന്നിട്ടും അവളുടെ മനോവ്യസനം മാറുന്നില്ല. കാരണം എന്നാണെന്നറിയാവോ? അവള് പ്രാർത്ഥിക്കുമ്പോഴും വിഷമിക്കുമ്പോഴും അവള് കാണുന്നത് മുഴുവനും അവളുടെ ജീവിതത്തിന്റെ അകത്ത് നിരാശകളാണ്. ഇങ്ങനെ യഹോവയുടെ സന്നിധിയിൽ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏലി അവളെ സൂക്ഷിച്ചു നോക്കി. ഹന്നയുടെ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നതിനാൽ അതരം അനങ്ങാതെ ശബ്ദത്തിലിരുന്നു, അനങ്ങിയില്ലതാനും കേൾപ്പുന്നില്ലതാനും. ആകയാൽ അവൾ ലഹരി പിടിച്ചിരിക്കുന്ന ഏലിക്ക് അപ്പൊ ആ തോന്നലൊരു അനുഗ്രഹം കേട്ടോ. എന്നെ കൂടെ പറഞ്ഞോണ്ട് ഏലിക്കുണ്ടായ തോന്നലൊരു അനുഗ്രഹമാന്ന് പറ. കാര്യം ദൈവത്തിന് ഹന്നേനെ തൊടണം. ഈ കരഞ്ഞോണ്ടിരുന്നാൽ ഹന്നയുടെ മനസ്സ് മൊത്തവും കാര്യം ദൈവവചനം പറയുന്നുണ്ടെങ്കിലും യഹോവയോട് ഉടമ്പടി ചെയ്യുന്നുണ്ടെങ്കിലും ഹന്നയ്ക്ക് അടുത്തൊരു ലെവലിലോട്ട് കയറാൻ പറ്റുന്നില്ല. കാര്യം എന്നറിയാവോ? ഹന്നയുടെ മനസ്സ് മൊത്തം വ്യസനങ്ങളും വേദനകളും ദുഃഖങ്ങളും ആ കോട്ടയ്ക്കകത്തിരിക്കുക അവള്. ഹന്നയുടെ മനസ്സ് മൊത്തം പിശാചിന്റെ കോട്ടയാണ്. പ്രതിയോഗി പറഞ്ഞ വാക്കുകൾ, നാട്ടുകാരുടെ ചോദ്യങ്ങൾ, മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ, അവളുടെ മനസ്സ് മൊത്തം നിറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും വചനം പറയുന്നുണ്ടെങ്കിലും ഹൃദയത്തിന്റെ അകത്ത് മൊത്തം കോട്ടകൾ ഇരിക്കുകയാണ്. ഈ കോട്ടകളെ ഇടിക്കണം. അതാ പൗലോസ് പറഞ്ഞത്, അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളയും. അങ്ങനെ അവക്കിടിക്കാൻ കഴിയാത്തത് കൊണ്ട് ഏലീനെ ദൈവം എണീപ്പിക്കുക. കണ്ടോ? പറഞ്ഞാട്ടെ, അവക്കിടിക്കാൻ കഴിയാത്തത് കൊണ്ട്, അന്നയ്ക്ക് കഴിയാത്തത് കൊണ്ട് ഏലീനെ എണീപ്പിച്ചെന്ന് പറ. ഏലി വന്നിട്ട് ചോദിക്കും, നീ ഞങ്ങളോട് നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കുന്നു, നിന്റെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. കണ്ടോ? ഏലി വന്ന് ശാസിക്കാൻ നോക്കുക. നീ കള്ളു കുടിച്ചിട്ടാണോ സഭയെ വന്നേക്കുന്നത്? നീ വീഞ്ഞ് കുടിച്ച് മത്ത് പിടിച്ചാണോ ആരാധനയ്ക്ക് വന്നേക്കുന്നത്? ഉടനെ അവള് പറയുന്നു, കർത്താവ് അടിയൻ യജമാനനെ, ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീയാണേ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചില്ല, യഹോവയുടെ സന്നിധിയിൽ എൻ്റെ ഹൃദയം പകരുവാണ്. അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുതേ. അടിയന്റെ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആദ്യം കൊണ്ട് സംസാരിച്ചതില്ല. അതിന് ഏലിയുടെ വാക്കുകൊണ്ടാണ് സമാധാനത്തോടെ പോ. കണ്ടോ? എന്താ സമാധാനം? ആത്മാവിൽ ചിന്തിക്കുമ്പോഴാണ് സമാധാനമുണ്ട്. റോമാലേഖനം 8-ാം വാക്യത്തിൽ പറഞ്ഞ വാക്കുകൊണ്ടോ, ആ ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും. കണ്ടോ? ഏലി പറയുന്നു, എന്റെ പൊന്നച്ചായ, എനിക്ക് എങ്ങനെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കി. തിരിച്ച് വീട്ടിൽ ചെന്നാൽ പ്രതിയോഗി വേദനിപ്പിക്കുന്നു. വഴിയെ പൊക്കോണ്ടിരുന്നാൽ വഴിയെ പോകുന്ന സകലരും ചോദിക്കും. പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആൾക്കാരാണ് ഒന്നുകൂടെ ചോദിക്കും, ആഹാ പ്രാർത്ഥനയ്ക്ക് പോയതാണോ, എന്നാ ദൈവം തരാത്തത്? ഒന്നും കൂടെ ചോദിക്കും, വഴിപോക്കം വരെ ചോദിക്കും. അപ്പൊ ഹന്ന എങ്ങനെ സമാധാനിക്കും? സമാധാനം കിട്ടണമെങ്കിൽ ആത്മാവിൽ ചിന്തിക്കണം. അപ്പൊ ഏലി പറയുക, നീ സമാധാനത്തോടെ പോ. കണ്ടോ? ഒറ്റ ദൂത് കണ്ടോ? നീ സമാധാനത്തോടെ പോ, നീ സമാധാനത്തോടെ പോ. അടുത്ത വാക്യം പറയുന്നു, ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച നിന്റെ അപേക്ഷ നിനക്കവൻ നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അടിയന്റെ തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു, അവളുടെ മുഖം പിന്നെ വാടിയില്ല. കണ്ടോ? ഇതാണ് പരിശുദ്ധാത്മാവിൽ ചിന്തിക്കുമ്പം. കരയിപ്പിക്കാൻ 100,000 വിഷയങ്ങൾ ഉണ്ടായിക്കോട്ടെ, ദുഃഖങ്ങൾ അനേകം ഉണ്ടായിക്കോട്ടെ, ആത്മാവിൽ ചിന്തിക്കുമ്പോൾ സമാധാനമുണ്ടാകും. പിന്നെ അവള് കരഞ്ഞില്ല. ഹല്ലേലൂയ. കണ്ടോ? ഇപ്പോഴും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതുകൊണ്ടാ പലരും നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, കരഞ്ഞു പ്രാർത്ഥിക്ക്. എന്നിട്ട് വല്ലതും കിട്ടുന്നുണ്ടോ പ്രിയരെ? വല്ലതും കിട്ടുന്നുണ്ടോ? ബ്രദറെ, ഞാൻ എത്ര നേരം വചനം പറയുന്നറിയാവോ? എത്ര നേരം ഞാൻ അന്യഭാഷ പറയുന്നറിയാവോ? എത്ര നേരം ഞാൻ കരയുന്നറിയാവോ? കരയും തോറും പിശാച് കോട്ടകൾ കെട്ടിക്കൊണ്ടിരിക്കുക. എന്തിനാ കരയുന്നത് മുഴുവൻ ദൈവസാന്നിധ്യം വരുമ്പോൾ കരഞ്ഞോണം. അത് ഞാൻ വേറെ ഇതാ പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വരുമ്പോൾ കരയാനും ചിരിക്കാനൊക്കെ തോന്നും. ചിലപ്പോൾ അട്ടഹസിക്കാൻ തോന്നും, ചിലപ്പോൾ നിങ്ങൾക്ക് ചിരിച്ചു മറിയാൻ തോന്നും, സന്തോഷിക്കാൻ, ഓടാൻ തോന്നും, ചാടാൻ തോന്നും, എന്തും ചെയ്യാൻ തോന്നും. അതല്ല ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഇവള് കണ്ണടയ്ക്കുമ്പോൾ ഹന്നയുടെ മനസ്സിൽ മൊത്തം പ്രതിയോഗി. എല്ലാ ദിവസവും ചർച്ചിൽ പോകുമ്പോൾ നോക്കിയാ വാക്ക് കണ്ടോ? 6-ാമത്തെ വാക്യം കൊണ്ടോ പ്രതിയോഗിയുടെ പരിപാടി എന്ന് പറയും. ഇവളെപ്പോ ആലയത്തിൽ പോയാൽ നോക്കിയാ വാക്ക് കണ്ടോ?
പ്രതിയോഗിയുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിയോഗി അവളെ വ്യസനിപ്പാൻ തക്കവണ്ണം അവളെ മുഷിഞ്ഞു കൊടുക്കും, അവരെ മുഷിപ്പിച്ചു. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെ ആണ്ടുതോറും അവൾ അങ്ങനെ ചെയ്തോണ്ട്, ഇതാണ് പിശാച് കോട്ട കെട്ടുന്നത്. രാവിലെ സ്വത്രഗീതം പാടുക, നീ മനമേ കർത്തൻ ജയം നൽകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് സാരിയെ കൊടുത്ത് സ്പ്രേയൊക്കെ അടിച്ച് ആ ബൈബിളൊക്കെ എടുത്തുകൊണ്ട് ഡോറ് തുറക്കുമ്പോൾ പ്രതിയോഗി പറയും, ആ പ്രാർത്ഥനയും ബൈബിളും ഒക്കെ ഇറങ്ങിയല്ലോ, എന്നാ കർത്താവ് തരാത്തത്? ഓ, കണ്ടോ, പ്രാർത്ഥിച്ചങ്ങോട്ട് കയറി വന്നതായിരുന്നു. അപ്പൊ പ്രതിയോഗി ചോദിക്കും, ആണ്ടുതോറും ആലയത്തിൽ പോകുമ്പോൾ ഇത് തന്നെ പരിപാടി. ഓ, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും കർത്താവ് എന്നെ നൂലെ കെട്ടി തരാത്തത്. ഇത് കേട്ടോണ്ടാ ബസ് സ്റ്റോപ്പിലോട്ട് പോകുന്നത് ഹന്ന. കണ്ടോ, ഇത് കേട്ടോണ്ട് ബസ് സ്റ്റോപ്പിൽ ചെല്ലുമ്പോൾ കരച്ചില്ല. അവള് പറഞ്ഞ വാക്കിങ്ങനെ കോട്ടയായി 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 നിൽക്കുക. അപ്പൊ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ കരച്ചില് നോക്കിക്കേ, ബസ്സിൽ ഇരിക്കുമ്പോൾ കരച്ചില്, 1 മണിക്കൂർ യാത്ര ചർച്ചയിൽ പോവുക കരച്ചില്, അവിടെ ചെന്നാലോ കരച്ചില്, ദൈവദാസന്റെ പ്രസംഗം എന്തുവാ, കരഞ്ഞ് പ്രാർത്ഥിക്ക്. കണ്ടോ, അപ്പൊ എല്ലാം കംപ്ലീറ്റ് ആയി. വീട്ടിലും കരച്ചില്, ബസ്സിലും കരച്ചില്, റോഡിൽ കരച്ചില്, സഭയിലും കരച്ചില്. എന്നിട്ട് വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. സ്വോത്രം. ആ ദൈവദാസൻ പറഞ്ഞു, ആരൊക്കെയോ കരഞ്ഞു, ഔട്ട് കിട്ടി. ആരാ കരഞ്ഞത്? ആ നോക്കിയേ എന്റെ പ്രിയരെ, ആത്മാവിൽ ചിന്തിക്കണം, ആത്മാവിൽ ചിന്തിക്കണം. അത് ഹന്ന പറയുവാണ്, നീ സമാധാനത്തോടെ പോ. എങ്ങനെ സമാധാനിക്കാനാ ചായ? ഡോക്ടർ പറഞ്ഞു ജീവിതത്തിൽ കൊച്ചുണ്ടാകത്തില്ല, നാട്ടുകാർ പറയുന്നു ഒരിക്കലും നടക്കത്തില്ല, കൂട്ടുകാർ പറയുന്നത് എന്തിനാ നിങ്ങൊരു ജന്മം, എല്ലാവരും പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുമ്പോൾ ഹന്ന പറയുക സമാധാനം. കണ്ടോ, ഇത് പരിശുദ്ധാത്മാവിന്റെ കൃപയാ പ്രിയരെ. സമാധാനം എന്ന് പറഞ്ഞാൽ സ്വസ്ഥതയില്ലാത്ത വിഷയത്തിന്റെ അകത്ത് കാണാത്ത കാര്യങ്ങളെ കാണിക്കുന്ന, അതാണ് ആത്മാവിൽ ചിന്തിക്കുന്നവർക്കേ സമാധാനമുള്ളൂ. ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവുള്ളവൻ ദൈവത്തിലുള്ളത് കാണാൻ പറ്റും. അതാണ് കൗശലപ്പണികൾ കൊത്തി ഉണ്ടാക്കുവാൻ ദൈവാത്മാവിനാൽ, ദിവ്യാത്മാവിനാൽ അവർക്ക് കൃപ ലഭിച്ചു. നമ്മൾ വിറക് കാണുമ്പം ഇതെങ്ങനെ കത്തിക്കാൻ നോക്കുമ്പോഴേക്കും കൗശലപ്പണിക്കുള്ള കൃപ കിട്ടിയവർ എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്തുനിന്നും എനിക്കൊരു സംഭവം കിട്ടുന്നുണ്ട്. ഇപ്പം എവിടുന്ന് കിട്ടി? ഇത് എവിടുന്നായി സംഭവിച്ചത്? ദൈവം എൻ്റെ ആ ഉള്ളത്തിൽ തരുന്നുണ്ട്. പ്രിയരെ, പ്രാർത്ഥിക്കുമ്പം മാനസാന്തരപ്പെട്ട് കള്ളു കുടിച്ചിരിക്കുന്ന, മാനസാന്തരമില്ലാതെ കള്ളു കുടിച്ചിരിക്കുന്ന ഭർത്താവിനെ കണ്ടുകൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. പകരം ആ മനുഷ്യൻ നിങ്ങളുടെ കൂടെ വന്നിരുന്നുകൊണ്ട് നിങ്ങളെക്കാൾ നന്നായിട്ട് ആരാധിച്ച് അഭിഷേകത്തിൽ തുള്ളിച്ചാടുന്നത് കണ്ടുകൊണ്ട് അന്യഭാഷ പറഞ്ഞേ അവിടെ ജീവൻ വ്യാപരിക്കും. കണ്ടോ ബ്രദറെ, ഇങ്ങനെ ഞാൻ ചിന്തിക്കുന്നത് കൊണ്ട് എന്താ ഗുണം? നിങ്ങൾ ചിന്തിക്കുമല്ല, നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുക, ആത്മാവിൽ ചിന്തിക്കുക. നോക്കി, ആ വാക്കുകൊണ്ടോ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഹല്ലേലൂയ. ഈ വാക്കുകൊണ്ട് നിങ്ങൾ, ആ വാക്കുകൊണ്ടോ ഹന്ന പിന്നെ കരഞ്ഞില്ല. ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നിങ്ങൾ ആ വാക്കുകൊണ്ടോ അടിയന്റെ തൃക്കൈ. അടുത്ത വാക്യം, അനന്തരം അധികാലത്ത് എന്നിട്ട് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച് റാമയിലേക്ക് വീട്ടിലേക്ക് എന്നാൽ അടുത്ത വാക്യം നോക്കി, ഇസ്രായേൽ ദൈവത്തോട് കഴിച്ചതിന്റെ അപേക്ഷ നൽകുമാറാട്ടെന്ന് പറഞ്ഞു. അടിയന്റെ തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാട്ടെന്ന് പറഞ്ഞു. തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടി. നിങ്ങളെ കാണുന്നവർക്ക് മനസ്സിലാകണം, ഒന്നുമില്ലാത്തവരാന്ന് തോന്നരുത്. ഞാൻ പണ്ട് പറഞ്ഞില്ലേ, ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ മിറക്കിൾ മണിയെ പറ്റിയൊക്കെ ഭയങ്കര പ്രസംഗമായിരുന്നു. മിറക്കിൾ മണിയെ പറ്റി കർത്താവ് ഭയങ്കര അത്ഭുതങ്ങൾ ചെയ്യും, വാരി വിതറി കൊടുക്കും, പേഴ്സിനെ നോക്കി പ്രവചിക്കുക. അന്ന് എനിക്ക് ഇവിടെ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടിയ, വളരെ കണ്ടാൽ എന്നാ പറഞ്ഞത്, അംബാനി തോറ്റു പോകുന്ന രീതിയിലൊരു പേഴ്സായിരുന്നു. കണ്ടാൽ ഭയങ്കര എന്താ പറയുന്നത്, ഒരു ഭയങ്കര ഒരു പേഴ്സായിരുന്നു എൻ്റെ ഇരുന്നത്. അപ്പോൾ ഈ പേഴ്സൊക്കെ എടുത്തുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ഭയങ്കര പ്രസംഗം, വാരി വിതറി കൊടുക്കും. ഇതങ്ങോട്ട്, ഇത് നിങ്ങൾ ഭയങ്കര നന്മ കൊണ്ട് നിറച്ചിരിക്കുക എന്നൊക്കെ പറയുമ്പം എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നത്, ബ്രദറെ ഒരു 10,000 രൂപ ഒന്ന് വായ്പ തരാമോ, 25,000 രൂപ വായ്പ തരാമോ. കാരണം ഇവരുടെ ചിന്തയിൽ ബ്രദറിൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ സീരിയസ് ആയിട്ട് ചോദിക്കും അവർ. ബ്രദറിൻ്റെ പറച്ചിൽ കേൾക്കുമ്പോൾ അവരുടെ ചിന്തയിൽ ഇത് നിറച്ചും നന്മയാണ്. കാര്യം വാരി വിതറി കൊടുക്കും. ഞാൻ വായ്പ മേടിക്കത്തില്ല, നന്മ കൊണ്ട് നിറച്ചിരിക്കുക, മിറക്കിൾ മണി എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ വിളിച്ച് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ആളുകൾക്ക് ചിന്തയുണ്ടായി ഇതിൻ്റെ അകത്ത് വലിയ സംഭവം കിടക്കുവാന്ന്. ആമേൻ, സ്തോത്രം. അപ്പൊ അവരുടെ ഹൃദയത്തിൽ അങ്ങോട്ട് തോന്നും, ഈ പുള്ളി എന്തോ ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന ആളൊന്നും അല്ല, ഭയങ്കര എന്തോ സമ്പന്നനാണ്. ആമേൻ. അതിന്റെ കാരണം നമ്മൾ ദൈവത്തിലുള്ളത് വിളിച്ചു പറഞ്ഞോണം. ദൈവത്തിലുള്ളത് വിളിച്ചു പറയുകയും ദൈവത്തിലുള്ളത് കാണുമ്പോഴേക്കും നിങ്ങളുടെ മുഖം നോക്കുന്നവർക്ക് മനസ്സിലാവും ഇത് സാധാരണക്കാരനല്ല.
ഹല്ലേലൂയ. ഇതൊരു സാധാരണക്കാരനല്ല. ആമേൻ. അപ്പൊ ഇപ്പൊ നോക്കിയ, പെട്ടെന്ന് അവളുടെ ഉള്ളത്തിൽ, അവിടെ നോക്കിയ വാക്കുണ്ടോ, ആ ആ, അവൾ പിന്നെ മുഖം വാടിയില്ല. അപ്പൊ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ കണ്ടക്ടർ ചോദിക്കുക, ഇന്ന് എന്നാ പറ്റി ഭയങ്കര സന്തോഷം കണ്ടോ, ഇന്നെന്നാ പതിവില്ലാത്ത എല്ലാ ദിവസവും കരഞ്ഞു കൂകി ആരാധനയ്ക്ക് പോകുന്ന ആളെ കണ്ട ഹന്നാൻഡിയെ കണ്ടപ്പം കണ്ടക്ടർക്ക് മനസ്സിലാക്കി, ആ പള്ളിയിൽ പോവാ അല്ലേ, ആ പള്ളിയിൽ പോവാ. നോക്കി, ഇപ്പം ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന കണ്ടക്ടർക്കും അല്ലെങ്കിൽ ബസ്സിൽ നിൽക്കുമ്പോൾ കണ്ടക്ടർക്കും അവിടെ നിൽക്കുന്ന ആൾക്കാർക്കും വല്ലൊരു സംശയം, എവിടെ പോവാ, ഞാൻ പള്ളിയിൽ പോവാ. ഇത്ര സന്തോഷം എന്തുവാ? ആമേൻ. ഹന്ന പറയും, സമാധാനം, സമാധാനം. എൻ്റെ തലമുറ വരാൻ വേണ്ടി പോവാ ജീസസ്, എൻ്റെ തലമുറ വരാൻ വേണ്ടി പോവാ, ഞാൻ എൻ്റെ തലമുറയെ കാണാൻ വേണ്ടി പോവാ. നോക്കിയേ, ജഡത്തിൽ ചിന്തിക്കുമ്പോഴാണ് പ്രിയരെ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നിരാശകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ സ്റ്റക്കായി നിൽക്കും അവിടെ. നമുക്ക് അടുത്ത ലെവലിലേക്ക് വചനം പറയുന്നുണ്ടെങ്കിലും നെക്സ്റ്റ് ലെവലിലോട്ട് കയറാൻ പറ്റുന്നില്ല. നമ്മൾ ഇപ്പോഴും സ്റ്റക്കായി നിൽക്കും അവിടെ. അടുത്തൊരു ലെവലിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആത്മാവിൽ ചിന്തിക്കണം. നോക്കിയേ, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ദൈവത്തിന്റെ സമാധാനമാകുന്നു. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ നാം ദൈവത്തിന്റെ ശത്രുവാണ്. വചനത്തിന്റെ ഓപ്പോസിറ്റ് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ശത്രുതയിലേക്ക് നമ്മൾ പോവാ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിലുള്ളത് ചിന്തിക്കുന്നു, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിലുള്ളത് ചിന്തിക്കുന്നു. അടുത്ത വാക്യം പറയുന്നു, റോമലേഖനം, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവർ. കേട്ടോ, ഈ പരിശുദ്ധാത്മാവിനെയും വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാനേ വകുപ്പുള്ളൂ പ്രിയരെ. എൻ്റെ ബ്രദർ, എൻ്റെ മനസ്സിൽ മൊത്തവും ഭയങ്കരമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ അകത്ത് എനിക്ക് നന്മ കിട്ടത്തില്ലെന്ന് എൻ്റെ മനസ്സ് പറയുക ബ്രദറെ. മനസ്സല്ല പറയുന്നത് പ്രിയരെ, കോട്ടയാന്ന് പറഞ്ഞെന്റെ പറ, മനസ്സല്ലത് കോട്ടയാന്ന് പറ. നമ്മൾ ഈ കോട്ടയും വെച്ചോണ്ടായി പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഈ കോട്ട വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പം കോട്ട ശക്തിപ്പെടത്തേ ഉള്ളൂ. കണ്ടോ, അത് മരണമായി മാറുകയാണ്. ബൈബിൾ പറയുന്നു, നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ആത്മാവ്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച ആത്മാവ്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ആത്മാവ്, ഇത്രയും വലിയ പരിശുദ്ധാത്മാവിനെ വെച്ചുകൊണ്ട് നമ്മളിപ്പോ ചിന്തിക്കുന്ന എന്നാന്നറിയാവോ? ജഡത്തില. ആത്മാവിൽ ചിന്തിക്കുക. ഹല്ലേലൂയ. ആത്മാവിൽ ചിന്തിക്കുമ്പോൾ ജീവൻ ഉണ്ടാകുന്നു. അതാണ് എസെക്കിയേൽ പറഞ്ഞേക്കുന്നത്, നമുക്ക് രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ അടുത്ത വാക്കിൽ പറഞ്ഞു, ഞാൻ എൻ്റെ ആത്മാവിനെ ഉള്ളത്തിലാക്കി വെച്ചു, എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കുന്നു നിങ്ങളെ. ആകയാൽ പുതിയൊരു ഹൃദയം എനിക്ക് തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിന്റെ ഉള്ളത്തിലാക്കി തരും. കർത്താവിൻ്റെ വചനത്തിൽ എന്നെ നടത്തേണ്ടതിന്. കണ്ടോ, അപ്പൊ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് അത്ഭുതത്തിലേക്ക് വരാൻ കഴിയാത്തതിൻ്റെ കാരണം, നമുക്ക് പലപ്പോഴും നമ്മുടെ ചിന്തകൾക്കകത്ത്, നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് കോട്ടകൾ കിടപ്പുണ്ട്. രോഗികളായിരിക്കുന്നവർ പലപ്പോഴും ബ്രദറെ, ഞാൻ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയുന്നത്, ബ്രദർ ഇപ്പൊ പ്രാർത്ഥിക്കും, അങ്ങനെയല്ല, കാണ്, ആ രോഗം മാറിയിട്ട് നടക്കുന്നത് കാണും. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് അസഖ്യമായിട്ടുള്ളൊരു നടുവേദനയായിരുന്നു. 2 ആഴ്ചത്തോളം ഭയങ്കര നടുവേദന എന്ന് പറയുമ്പോൾ എനിക്കറിയത്തില്ല, അസാധാരണമായൊരു നടുവേദന. എനിക്ക് നിങ്ങൾ സൂം മീറ്റിംഗ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഞാനിങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ ബാക്കിൽ ഒരു പില്ലോ ഇങ്ങനെ വെച്ചിട്ട് ഇടത് കാൽ എനിക്ക് അനക്കാൻ മേല. ഇടത് കാൽ അനക്കുമ്പം നടുവിന് ഭയങ്കര വേദന. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലങ്ങളിൽ എനിക്കാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായ കായികാധ്വാനം കൊടുക്കാതെ ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലമാണ്. ഞാൻ ഓർത്ത്, കർത്താവെ വേണമെങ്കിൽ രോഗമാണെന്ന് പറഞ്ഞുകൊണ്ട് അവധി വിളിക്കാം. പിന്നെ ഞാൻ ഓർത്ത്, എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്? ഞാൻ കർത്താവോട് പറഞ്ഞു, കർത്താവ് എനിക്ക് സൗഖ്യം എൻ്റെ അവകാശമാണ്. മാനസികമായും ശാരീരികമായും ശരീരം തളർന്നു, പക്ഷേ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് നമുക്ക് ബലമാ പ്രിയരെ.
പരിശുദ്ധാത്മ മനസ്സിൻ്റെ അകത്ത് കുറേ കോട്ട വന്നു. അപ്പോൾ എൻ്റെ ഉള്ളത്തിൽ ഭയങ്കരമായിട്ട് ചിന്ത വന്നു, നടുവേദന വന്ന് തളർന്നു പോയവർ ജീവിതകാലം മുഴുവൻ. കുറേ ആൾക്കാർ സാക്ഷ്യം പറഞ്ഞില്ലേ, ഈ 16 വർഷമായിട്ടുണ്ടായിരുന്ന നടുവേദന 20. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടു, ദൈവമേ ഞാനും പോവാണോ? മനസ്സ് പറയുക. അപ്പം 20 വർഷം 16 വർഷം ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ കൈവച്ചുകൊണ്ടിരിക്കുക. നടക്കുന്നില്ല. നീണ്ട ദിവസങ്ങൾ കർത്താവിൻ്റെ ആ സൗഖ്യം എൻ്റെ ശരീരത്തിൽ വെളിപ്പെട്ടു. അപ്പൊ അതുവരെ എൻ്റെ മനസ്സിൽ കോട്ടകൾ വന്നു. ഇത് 20 വർഷത്തേക്ക് പോകും, 10 വർഷത്തേക്ക് പോകും, ഇങ്ങനെ കോട്ടകൾ വന്നുകൊണ്ടിരിക്കുക. കോട്ടകൾ വരുമ്പോൾ നമുക്ക് സങ്കടം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മുതൽ ആത്മാവിൽ ചിന്തിക്കുവാൻ തുടങ്ങണം. ആമേൻ. ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പറഞ്ഞു, ഓടും ചാടും, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ലോകരാജ്യങ്ങളിൽ പോകും. നടുവേദനയായിട്ടല്ല, സൗഖ്യവുമായിട്ട് പോകും. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം ആ വേദനയ്ക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് പറയും ഇത് ക്യാൻസറാ കേട്ടോ, മനസ്സ് പറയും ഇതെന്തോ വലിയ മാരക രോഗം, മനസ്സ് പറയും അതാണ് ഇതാണൊക്കെ പറയും. അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ കോട്ടകളായി മാറും, മരണം വിതയ്ക്കുന്നു. ഇല്ല, അത് കണ്ടോണ്ട് യേശുവിൻ്റെ മുറിവേറ്റു കാണണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? യേശുവിൻ്റെ നാമത്തിൽ, ബ്രദറേ എനിക്കൊരു സാക്ഷി ഉണ്ട് കേട്ടോ, അയ്യോ യേശു എന്നെ തൊട്ടു, 5 വർഷമായിട്ട് എനിക്ക് വേദനയായിരുന്നു, അവിടെ മുറിവുണ്ടായിരുന്നു, അത് രോഗമായിരുന്നു, ഇന്ന രോഗമായിരുന്നു, ഇന്ന സംഭവമായിരുന്നു, ഇപ്പൊ യേശു എന്നെ സൗഖ്യമാക്കി എന്ന് പറയുന്നത് കണ്ടുകൊണ്ട്. അതെങ്ങനെയാ ബ്രദറെ കാണാൻ പറ്റുന്നത്? ആത്മാവുള്ളവർക്ക് കാണാൻ പറ്റും. ആർക്കാ ആത്മാവുള്ളത്? യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവായി വിശ്വസിക്കുന്നവർക്ക്. അതാണ് യേശു പറഞ്ഞത് മർക്കോസിന്റെ സുവിശേഷത്തിലെ ആ വാക്ക് കണ്ടോ, ഞാൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്. പറയുന്നത് സംഭവിക്കും, കാണണം. ഓ ബ്രദറെ ഞാനിപ്പോ പ്രയോഗിക്കൊണ്ടെന്ന് പ്രാർത്ഥിക്കും ബ്രദറെ, എനിക്കൊരു അത്ഭുതം വേണം ബ്രദറെ, അത്ഭുതം വേണം ബ്രദറെ. അല്ല, ഞാൻ അത്ഭുതം കാണാൻ വേണ്ടി പോവാം. കാണാൻ വേണ്ടി പോവാന്നല്ല പറഞ്ഞാട്ടെ, കാണാൻ വേണ്ടി പോവാന്നല്ല, കാണണമെന്ന് പറ. ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് കൊണ്ടാ കുഴപ്പം. ഓ ബ്രദർ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതം കാണാൻ വേണ്ടി പോവാ. അത്ഭുതം ആരാ കാണാൻ വേണ്ടി പോകുന്നത്? അത് അവിശ്വാസമാണ്. കാണാൻ വേണ്ടി പോകുവാണ്. കാണുന്നു. ഒരു പാട്ടില്ലേ, കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ. ഈ പാട്ടൊക്കെ പാടി അങ്ങോട്ട് ആരാധിച്ച് മറിയുവാ നമ്മള്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു. അതിനെ പാട്ട് പാടി തീർന്ന ഉടനെ ബ്രദറെ, കർത്താവേ ഞാൻ വിശ്വാസത്താൽ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുമായിരിക്കും. പാടിയത് എന്തുവാ? കാണുന്നു ഞാൻ വിശ്വാസത്താൽ ചെങ്കടൽ. പാടിയത് അതാ ബ്രദറെ, പക്ഷെ വിശ്വസിച്ചത് എന്തുവാ? അതാ വ്യത്യാസം. അതാണ് വ്യത്യാസം. നമ്മുടെ പ്രശ്നം എവിടെയാന്ന് ഇപ്പൊ മനസ്സിലായോ? നമ്മൾ പാടുന്നത് കാണുന്നത് ഞാൻ വിശ്വാസം ഞങ്ങളിൽ ഉണ്ടാകുന്നു, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നതൊന്നുമല്ല. വിശ്വസിക്കുന്നത് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സംഭവം. ശരിയായാൽ മതിയായിരുന്നു. കർത്താവിന്റെ പ്രവൃത്തി നന്നായാൽ, ഞാൻ നടന്ന ബ്രദറെ ഉറപ്പ്. അതിൽ പറയുന്നുണ്ട്, ഇന്ന് പണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞത്, സാക്ഷി പറഞ്ഞ അച്ഛൻ പറഞ്ഞു, ലോട്ടറി അടിച്ചാൽ ബ്രദറെ ഞാൻ നമ്മുടെ മീറ്റിംഗ് പണിയാൻ വേണ്ടി, പ്രീറ്റിങ്ങിന് വേണ്ടിയുള്ള ഞാൻ പറഞ്ഞത് നമുക്കൊരു വിഷൻ ഉണ്ട്. നമുക്കൊരു വിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രയർ സ്റ്റേഷൻ, അതായത് ഒരു എന്താ പറയുന്നത്, നമ്മൾ ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി സെക്യൂർ ഞാൻ പറയാൻ കാര്യം, നമ്മൾ മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത്, എന്തുവാ നമ്മൾ ഇന്നാൾ പറഞ്ഞത്, ആ വിഷന്റെ വായിൽ വരുന്നില്ലല്ലോ. പ്രയർ സ്റ്റേഷൻ അല്ല, നമ്മൾ അതിൻ്റെ ഒരു വാക്ക് പറഞ്ഞായിരുന്നല്ലോ, ഹോളെന്നല്ല ഞാനെന്താ പറഞ്ഞത്, ആ വാക്ക് എന്റെ വായി വരുന്നല്ലോ. നമ്മുടെ കോട്ടയത്തെ അല്ല, പ്രയർ ടവർ അല്ല, അല്ലല്ല, കൺവെൻഷൻ സെന്റർ. അപ്പൊ ഇത് അപ്പൊ ഒരു വിശ്വാസ, അപ്പൊ ചിലർ പറഞ്ഞിട്ടുണ്ട് ബ്രദറെ ലോട്ടറി അടിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും മേടിച്ചു തരും. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഞാൻ പറഞ്ഞ പ്രിയരെ, ലോട്ടറി അടിക്കാൻ നോക്കി നിൽക്കാതെ, ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന സമയത്ത് ഞാൻ പറയും, നിങ്ങൾ വലിയ കൺവെൻഷൻ സെന്ററൊന്നും ലോട്ടറി അടിക്കാൻ നിൽക്കാതെ ആ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ ആദ്യം ചെറുത് കൊടുത്ത് പഠിക്കും. മനസ്സിലായോ? അപ്പൊ ലോട്ടറി അടിക്കാൻ ബ്രദർ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ലോട്ടറി അടിച്ചാൽ കണ്ടോ, അടിച്ചെങ്ങാനും പോയാൽ പിന്നെ തീർന്നു ബ്രദറെ. എൻ്റെ പ്രിയരെ, ദൈവത്തിന്റെ അനുഗ്രഹത്തെ പ്രാപിക്കുക.
ശ്രദ്ധിച്ച്, താൻ പറയുന്നത് സംഭവിക്കുമെന്ന് കാണണം, എന്നിട്ട് അന്യഭാഷ പറയണം, എന്നിട്ട് വചനം പറയണം. അന്യഭാഷ വരവില്ലാത്തവർ അന്യഭാഷ വരത്തിന് വേണ്ടി വാഞ്ചിക്കണം. എസ്കേപ്പ് ആകാൻ പറ്റത്തില്ല. ഇപ്പൊ ഇല്ലെങ്കിൽ വചനം പറയുമ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതങ്ങനെ ബ്രദറെ, അങ്ങനെ എങ്ങനെ കാണാൻ പറ്റും? അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എങ്ങനെ കാണാൻ പറ്റും? റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ അകത്ത് പറയുന്നത് പോലെ, നിങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികയിൽ. ഇപ്പൊ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തുള്ളപ്പം ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾക്ക് ഇരിക്കുമ്പോൾ ഒരു സ്വസ്ഥത കിട്ടുന്നില്ലെങ്കിൽ എണീറ്റ് നടന്നുകൊണ്ട് പ്രാർത്ഥിച്ചോണം. ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ മൈൻഡ് റിലാക്സ്ഡ് ആകും. നമ്മൾ പോയി ഇരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ തെറ്റല്ല പറഞ്ഞത്. ചില സമയത്ത് നമ്മൾ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മളിങ്ങനെ എന്താ പറഞ്ഞത്, ഒത്തിരി ഡിസ്റ്റർബൻസുകൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൻ്റെ ഒക്കെ ചിലപ്പോൾ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നിന്നാൽ ഭയങ്കര ബേക്കും. അപ്പം നിങ്ങൾ കുറച്ച് നടക്കണം. നമ്മുടെ ബോഡീനെ, ശരീരത്തെ ഒന്ന് ആക്റ്റീവ് ആക്കണം, ഒന്ന് എൻഗേജ്ഡ് ആക്കണം. ആക്റ്റീവ് അല്ല, എൻഗേജ്ഡ് ആക്കണം. എല്ലാ ഡിസ്ട്രാക്ഷൻ്റെ അകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആ സമയത്ത് ഒന്ന് നടന്നുകൊണ്ട് കുറച്ചു നേരം വചനം പറയണം. ഈ വചനം പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ കോട്ടകൾ പൊങ്ങി വരും. എരിഹോം ഇടിച്ചതുപോലെ കോട്ടകൾ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ അതിനെ നോക്കി വേണം. പെട്ടെന്ന് മനസ്സ് പറഞ്ഞു, ആ മദ്യപാനെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പിശാച് അവൻ്റെ പ്രവൃത്തി ആരംഭിച്ചു. ഉടനെ എന്ത് ചെയ്യുന്നു? ആ ഒരു മനസാന്തരപ്പെടാതെ ഭർത്താവിൻ്റെ പിന്നെ അങ്ങോട്ട് സങ്കടവാ, കരച്ചില്ല. ഉടനെ ഇടിക്കണം. ഇപ്പം എങ്ങനെ ഇടിക്കുന്നറിയാമോ? എങ്ങനെ ഇടിക്കുന്നത് ഒന്ന് പറയാൻ പറ്റും? ഞാൻ പറഞ്ഞു മുമ്പ് പറയാൻ പറ്റും എങ്ങനെയാണ് ഇടിക്കുന്നത്? ഈ കോട്ട ഇടിക്കുന്നത് എങ്ങനെയാ? വചനത്താൽ ഇരിക്കണം. ആത്മാവിൽ ചിന്തിക്കണം. ഉടനെ നിങ്ങളുടെ ജഡത്തിലായി ഇപ്പൊ ചിന്തിച്ചത്. മാനസാന്തരപ്പെടാത്ത ഭർത്താവ് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നതും പഴയ കാലഘട്ടത്തിൽ എങ്ങനെയാണോ നിങ്ങളുടെ ജീവിതത്തിന് അത് തടസ്സമായി നിൽക്കുന്നതും അത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അത് കൂടത്തേ ഉള്ളു പ്രിയരെ. അതിന് പകരം പെട്ടെന്ന് കണ്ണടച്ചിട്ട് നിങ്ങളെ കോട്ട ഇടിക്കണം. എങ്ങനെയായിരിക്കും അറിയാവോ? നിങ്ങളിപ്പൊ പ്രാർത്ഥിക്കുന്നത് പോലെ ഭർത്താവ് ബൈബിൾ എടുത്തുകൊണ്ട് നിൽക്കുന്നത് കാണണം. നമുക്ക് ആരാധനയ്ക്ക് പോകാം, നമുക്ക് നിഖിൽബർഡ് എടുത്ത് പ്രാർത്ഥനയ്ക്ക് പോകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോകാം എന്ന് ഭർത്താവ് പറയുന്നത് കണ്ടുകൊണ്ട് ഹന്ന പിന്നെ കരഞ്ഞില്ല. അതെന്താ ഹന്നെ കരയാഞ്ഞത്? ഏലി പറഞ്ഞ വാക്കിന്റെ അകത്തൊരു സമാധാനം. എന്താ ഏലി പറഞ്ഞത്? ഡോക്ടർ എന്താ പറഞ്ഞത്? എന്താണ് ഏലി പറഞ്ഞത്? എന്നാ ഏലി പറഞ്ഞത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ കാണിക്കുന്നില്ല വാക്യം. ഏലി എന്താ പറഞ്ഞത്? ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ നിനക്കവൻ നൽകുമാറാകട്ടെ. കണ്ടോ? പെട്ടെന്ന് ഹന്നയുടെ മനസ്സിൽ ഒരു ശമൂവല്. ഹന്നെ അത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന കർത്താവ് ഒരു ആൺകൊച്ചിനെ കിട്ടിയാലുണ്ടല്ലോ ഞാൻ യഹോവയ്ക്ക് കൊടുക്കും. പക്ഷെ മനോവ്യസനം എന്നിട്ടും കരയുക. ഇത് എന്തിനെ കരയുന്നത്? ഹന്നെ യഹോവയോട് കൊച്ചിനെ തരാൻ വേണ്ടി പറഞ്ഞു. കൊച്ചിനെ കിട്ടിയാൽ വിശ്വാസത്താൽ പറയുന്നു, കൊച്ചിനെ കിട്ടിയാൽ അവനെ പുരോഹിതനായിട്ട് കൊടുക്കും, അവനെ ഞാൻ തലയിൽ ക്ഷൗരം വെക്കത്തില്ല. അതിൻ്റെ അർത്ഥം നാസ്തികതക്കാരനായിട്ട് മാറ്റിയെന്ന് പറഞ്ഞത്. അവനെ ഞാൻ അങ്ങനെ കൊണ്ടുപോയി. ഇത് പറഞ്ഞിട്ട് എന്തിനാ ഈ കരയുന്നത്? കരയുന്നത് എന്തിനാന്ന് വെച്ചാൽ സന്തോഷം കണ്ടല്ല, പ്രതിയോഗി പറഞ്ഞ വാക്കോർത്തായി കരയുന്നത്. കണ്ടോ? അപ്പൊ അവിടെ എന്താ സംഭവിച്ചെന്നറിയാവേ? ഈ വചനത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഈ വചനത്തിന് പ്രവർത്തിക്കണമെങ്കിൽ ഹന്നെ നീ കാണേണ്ടത് പ്രതിയോഗിയുടെ വാക്കല്ല, നീ കാണേണ്ടത് സാക്ഷാൽ ശമൂവേൽ പ്രവാചകനെയാ. കണ്ടോ? നീ ശമൂവേലിനെ കണ്ടോണ്ട് പ്രാർത്ഥിക്കണം. ശമൂവേൽ ഇങ്ങനെ ഓടി നടക്കുന്നത് കാണണം. പെരക്കകത്തൂടെ എല്ലാം ഓടി നടന്ന് ശമൂവേൽ അതെല്ലാം പെറുക്കിയെടുക്കുന്ന കാണണം. ആ ശമൂവേല് പാലിന് വേണ്ടി കരയുന്നത് കാണണം. ശമൂവേലിനെ എടുത്തു നടക്കുന്നത് കാണണം. കണ്ടോ? ഇപ്പൊ കാണുന്നത് അറിയാവോ? എല്ലാ വർഷവും പ്രതിയോഗി ഒരു കുത്തു കൊടുത്തിട്ടാണ് വിടുന്നത്. ഇത് കാണുന്നത് കൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെല്ലാം ഈ ഭാരം വരുന്നത്. ആത്മാവിൽ ചിന്തിക്കുന്നില്ല നമ്മള്. ആത്മാവിൽ ചിന്തിക്കുമ്പോഴാണ് ആക്ടിവേഷൻ നടക്കുന്നത്. എനിക്ക് ബ്രദറെ ഭയങ്കര വിശ്വാസം, ഒരു വിശ്വാസവും ഇല്ല. അതന്നെ ബ്രദറെ അങ്ങനെ പറഞ്ഞത് ഞാൻ പറയുന്നതല്ല, മർക്കോസ് പറയുന്നു. ആരെങ്കിലും ഹൃദയത്തിൽ സംശയിക്കാതെ അപ്പൊ എങ്ങനെ സംശയം വരുന്നത്? താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കാത്തത് കൊണ്ടാണ് സംശയം വരുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, എന്നാലും ബ്രദറും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. അതെന്നാ? സംശയമുള്ളത് കൊണ്ടാ.
ഇങ്ങനെ പറ, ബ്രദറെ ഞാൻ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ സാക്ഷ്യം പറയും കേട്ടോ, ഇങ്ങനെ പറയണം. മനസ്സിലായോ? ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാലും ബ്രദറും സിസ്റ്ററും എല്ലാവരും കൂടെ എനിക്കും കൂടെ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. ഞാൻ പറയും പ്രാർത്ഥിച്ചേക്കാവേ. സ്വതന്ത്രം. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ മൊത്തം എന്താ? ഞാനും ബ്രദറും എല്ലാവരും കൂടെ ഭയങ്കര പ്രാർത്ഥനയാണ്. സ്വതന്ത്രം. അതിനേക്കാൾ നല്ലത് ഞാൻ സാക്ഷ്യം പറയും. എന്താ അതൊന്ന് കണ്ടേ, അതൊന്ന് വിശ്വാസത്താൽ കണ്ടേ. ഞാൻ ഈ നിങ്ങളുടെ അടുത്തൊക്കെ പ്രസംഗിക്കുമ്പോഴും പലയിടത്തുമൊക്കെ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ആദ്യം പോയി ഞാൻ പറമ്പിൽ പോയി പ്രസംഗിക്കുമായിരുന്നു. ആമേൻ. അങ്ങനെ തുടങ്ങിയതാ, അങ്ങനെ പ്രസംഗിച്ച് തുടങ്ങിയത്. അപ്പൊ വിശ്വാസത്താൽ പറമ്പിൽ നിന്ന് വഴിയോടും ചെടിയോടും കാടിനോടും പ്രസംഗിച്ച് തുടങ്ങിയത് കൊണ്ട് മനസ്സിൽ മൊത്തം ഈ ചെടിക്കകത്ത് മൊത്തം ആൾക്കാരിയ്ക്കുക. അങ്ങനെ വിശ്വാസത്തിൽ ആരംഭിച്ച് ഇപ്പൊ ആൾക്കാർ വന്നു. കണ്ടോ? തുടങ്ങിയത് എവിടുന്ന? ചെടിയോട് പറഞ്ഞു തുടങ്ങിയതാ. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നതാണ് നമ്മുടെ അനുഗ്രഹം. അതുകൊണ്ടാണ് പലപ്പോഴും പ്രാർത്ഥനകൾക്ക് അപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? നിങ്ങൾ അനുഗ്രഹം കണ്ടവരെ പോലെ സന്തോഷത്തോടെ ചിരിച്ചോണം. സമാധാനം പറയാം. ഈ പ്രതിയോഗി എന്ന് പറയുന്നത് പിശാശ് മാത്രമല്ല, പിശാശിന്റെ ആത്മാവുള്ള മനുഷ്യനും ഉണ്ട്. അറിയാവോ? ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ആൾക്കാരുള്ളത് വിശ്വാസികളുടെ ഇടയിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു പ്രാർത്ഥനാ വിഷയം പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ദൈവത്തെ ഓർത്ത് കൂടെയുള്ള വിശ്വാസത്തോടെ പറഞ്ഞ് ശീലിക്കരുത്. നാളെ എപ്പോഴാണ് ഇതിനെ പിടിച്ചോണ്ടെന്ന് അറിയത്തില്ല നമുക്ക്. യേശുവിന് കൂടെ യൂദയ്ക്ക് എന്നാ പറ്റിയത്? ആരിലും ചിന്തിച്ചോ യൂദ യേശുവിന് വിട്ടുകൊടുക്കുമെന്ന്? ഇല്ല. നമ്മളോർത്ത ബ്രദർ യൂദയായിരുന്നു അതുവരെ. യെരുശലേമിൽ ചെന്ന് കഴിഞ്ഞാൽ പറയൂ ബ്രദർ യൂദ, ബ്രദർ പത്രോസ്, ബ്രദർ ഫിലിപ്പോസ്, ബ്രദർ അന്ത്രയോസ്, ഇവരെല്ലാം ബ്രദർമാരായിരുന്നു. പിന്നെ ഒരു ദിവസം വാർത്ത പത്രത്തിൽ വന്ന് യൂദ ബ്രദർ യേശുവിനെ ഒറ്റി. കണ്ടോ? എൻ്റെ ദൈവം എൻ്റെ വീട്ടിൽ വന്ന് കഴിഞ്ഞ ദിവസം കൊണ്ട് പ്രാർത്ഥിച്ചതാ. യൂദ ബ്രദർ. വിശ്വസിക്കരുത്, ദൈവത്തെ മാത്രമേ വിശ്വസിക്കാവുള്ളൂ. മനസ്സിലായോ? ചിലരങ്ങനെയുണ്ട്. നമ്മൾ പറഞ്ഞ പ്രാർത്ഥന വിഷയമൊക്കെ പറയുമ്പോഴേക്ക് അറിഞ്ഞോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചിലരുണ്ട്. ചില ആൾക്കാർ നമ്മുടെ പ്രാർത്ഥന വിഷയം വെച്ച് നമുക്ക് കുത്താൻ നമ്മൾ ചിലപ്പോൾ വലിയ സാക്ഷിയൊക്കെ പറയാൻ വേണ്ടി വിശ്വാസം പറയുമ്പോഴേക്കും മറ്റേ കാര്യം വല്ലതും ആയെന്ന് ചോദിക്കും. സഹോദരനെ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കണ്ടോ? ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്യരുത്? ഹന്ന ചെയ്തതുപോലെ ആ ഒറ്റ ദൂതെ പിടിച്ചങ്ങ് പൊക്കോണം. ഏലി പറഞ്ഞ വാക്കെന്താണെന്നറിയാവോ? യഹോവ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിനക്ക് തരും കേട്ടോ. ഒയ്യോ, എൽക്കാന എന്നാ പറഞ്ഞെന്നറിയോ? ഭർത്താവ് എന്നാ പറയുന്നറിയാവോ? ഇതാ കുഴപ്പം. നമ്മുടെ വീടിന്റെ അകത്ത് കേൾക്കുന്ന എന്നാ എൽക്കാന പറയുന്നത്. എലി നമുക്ക് വേറെ വീട്ടിലോട്ട് വന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാവേ. നിങ്ങൾക്ക് മുന്നോട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? നിങ്ങളെല്ലാം ഉറങ്ങിയെന്ന്. ഈ വീഡിയോ ഓണാക്കാത്തോണ്ട് ഞാൻ ഓർത്ത് നിങ്ങൾ ഇനി അനങ്ങുന്നില്ല. നോക്കി, ഇവിടെ എൽക്കാന വീടിന്റെ അകത്ത് ബൈബിളിൽ പറയുന്നു, സ്വന്തം ഭർത്താവ് പറയുവാണേ, അവളുടെ ഭർത്താവ് എൽക്കാന അവളോട്, ഹന്നെ നീ എന്തിനീ കരയുന്നത്? എന്തിനാ കരയുന്നത്? എന്തിനാ നീ ചോറ് കഴിക്കാതെ പട്ടിണി കിടക്കുന്നത്? എന്തിനാ നീ വ്യസനിക്കുന്നത്? കർത്താവ് നമുക്ക് തരും എന്ന് പറഞ്ഞില്ല. പകരം എന്നാ പറഞ്ഞത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലോ എന്ന് പറഞ്ഞു. എന്റെ എൽക്കാന് ഒന്നും കൂടെ വിഷമാക്കി. എൽക്കാന എങ്ങനെയാ പുത്രന്റെ തുല്യമാകുന്നത്? പകരം എൽക്കാന പറഞ്ഞാൽ മതിയായിരുന്നു, നമുക്കൊരു കാര്യം യഹോവ ഈരെ. ഭാര്യയും ഭർത്താവും പരസ്പരം പറയണം. മനസ്സിലായോ? യഹോവ ഈരെ. ഇനി ഭാര്യയും ഭർത്താവും പരസ്പരം പറഞ്ഞില്ല, കണ്ണാടി ഒരെണ്ണം പുതിയത് മേടിക്ക്. 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നീളമുള്ള കണ്ണാടി കിട്ടും, ഫുൾ സൈസ് കണ്ണാടി കിട്ടും. അത് കൊണ്ടുവന്ന് ബെഡ്റൂമിലോ എവിടെയാണോ പ്രൈവസി ഉള്ളത് കൊണ്ടുവന്ന് ബിറ്റ് ചെയ്തിട്ട് പറ, 2 പേരിപ്പോ ആയില്ലേ, കണ്ണാടി നോക്കിയിട്ട് പറ, യഹോവ ഈരേ, യഹോവ തരും, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം യഹോവ തരും എന്ന് കണ്ണാടിയിൽ നിൽക്കുന്ന വ്യക്തിയോടൊന്ന് പ്രവചിക്ക്. ഇപ്പൊ 2 പേരായില്ലേ? ഇപ്പൊ മനസ്സിലായി? ആളിൽ നിന്നുള്ള പരാതി മാറിയില്ലേ? എൽക്കാന പറയുകയാണ്, എന്നാ പറയുന്നറിയാവോ? നീ എന്തിനാ കരയുന്നത്? എന്തിനാ കഴിക്കാതിരിക്കുന്നത്? ഞാൻ നിനക്ക് 10 പുത്രന്മാർക്ക് തുല്യനല്ലേ. എൽക്കാനയുടെ ദൂത് കണ്ടോ? ഇതാ കുഴപ്പം. എൽക്കാന പറയുവാണ് യഹോവ ഈരെന്ന് പറഞ്ഞ പിന്നെ ഹന്ന കരയത്തില്ലായിരുന്നു. പക്ഷെ എൽക്കാന പറയുന്നത് മൊത്തവും പുത്രൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്നാ. കണ്ടോ? മക്കൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് എൽക്കാന പറയുക. നീ എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ല. എന്റെ അർത്ഥം പുത്രൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോ. കണ്ടോ? ഈ അഡ്ജസ്റ്റ്മെന്റ് ആണ് വിശ്വാസിയെ തകർത്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും സഭകളിൽ മൊത്തം കേൾക്കുന്നത് മുഴുവൻ ഒട്ടുമുക്കാൽ സഭകൾ ഈ അഡ്ജസ്റ്റ്മെന്റുകളാണ്.
അവിടെ മുഴുവൻ എൽക്കാനമാരാ പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പാട്ടുകളും നമ്മുടെ പല വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളായി, എൽക്കാന വ്യാഖ്യാനങ്ങളായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പകരം ഏലിയെ പോലെ കയറി വരണം. ഏലി പറഞ്ഞു എന്തുവാ? ഏലി പറയുവാണ്, എൻ്റെ ഹന്നെ, എന്തിനാ കുഞ്ഞ്, ആ ഭർത്താവില്ലേ? ഏൽക്കാന തന്നെ എന്തുവാ, 10 പുത്രന്മാർക്ക് തുല്യനല്ലേ നിന്റെ ഭർത്താവ്, പോയി ജീവിക്ക് എന്ന് ഹന്നയോട് ഏലി പറഞ്ഞിരുന്നെങ്കിൽ അടുത്ത വർഷവും ഹന്ന കരഞ്ഞേനെ. പകരം ഏലി പറഞ്ഞു, യഹോവ നിന്റെ ആഗ്രഹത്തെ നിനക്ക് തരും. വ്യത്യാസം കണ്ടോ? ആത്മാവുള്ളവനും ആത്മാവില്ലാത്തവന്റെ വ്യത്യാസം കണ്ടോ? ആത്മാവുള്ളവൻ ദൈവത്തിന്റെ ആലയത്തിൽ നിൽക്കുന്നവൻ എന്തു ആയിക്കോട്ടെ, പക്ഷേ ഏലി ഒരു പ്രവാചകനായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അതിന്റെ ഇമ്പാക്ട് കിടപ്പുണ്ട്. അതുകൊണ്ട് ഏലി പറയുക, എൽക്കാന പറയുന്നു പുത്രനില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏലി പറയുക, അതെന്നാ ഇല്ലാത്തതിന് കുഴപ്പം, ഭർത്താവ് അവിടെ നിൽക്കട്ടെ, ഭാര്യ നിൽക്കട്ടെ, കുട്ടികൾ നിൽക്കട്ടെ, കേട്ടേ, യഹോവ നിന്റെ ആഗ്രഹത്തെ നിനക്ക് തരും. ഒരു ചിന്ത അങ്ങോട്ട് കയറ്റി വിടുകയാ. അത് പെട്ടെന്ന് ഹന്നയ്ക്കകത്തൊരു തീ പോലെ കയറുക. ഹന്ന പിന്നെ കരഞ്ഞില്ല. പിന്നെ ഹന്നയുടെ മനസ്സ് മൊത്തം ഒരു ആഗ്രഹവാ. ശമൂവേൽ കണ്ടോ? ഇതുപോലെ എൻ്റെ തലമുറകളെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുമെന്ന് പറഞ്ഞ എത്ര പേരുണ്ട്? എത്ര ഉണ്ട്? എൻ്റെ തലമുറകൾ ദൈവത്തിനുള്ളവരാന്ന് പറഞ്ഞ എത്ര പേരുണ്ട്? ഒന്ന് കാണ്. ബ്രദറിനെയൊക്കെ കാണുമ്പോൾ നിങ്ങളൊന്ന് ഇൻസ്പയർഡ് ആയിക്ക്. ഞാനൊരു ചെറുപ്പക്കാരനല്ലേ, ബ്രദറിനെ പോലെ ഇനി ഇരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല, സന്തോഷം, അങ്ങനെ പറഞ്ഞുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. ഉള്ളത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. ബ്രദറിനെ പോലെ കർത്താവ് ശുശ്രൂഷയെ നിൽക്കും, വേണേ പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ. അല്ലെങ്കിൽ സിസ്റ്ററിനെ പോലെ, അല്ലെങ്കിൽ ഇന്നയാളെ പോലെ കർത്താവ് എന്റെ തലമുറകൾ അങ്ങനെ ആയി തീരും. ചുമ്മാ പറയുന്നേ, യേശുവിന്റെ നാമത്തിൽ പറ. ഒന്ന് പറഞ്ഞങ്ങ് ഏലി പറഞ്ഞതുപോലെ അങ്ങ് പറഞ്ഞു വിട്. എന്നിട്ട് ചിന്തിക്ക്, അവര് കർത്താവിന് വേണ്ടി നിൽക്കുന്നത് കാണ്, അവര് സുവിശേഷത്തിന് ഓടുന്നത് കാണ്, നിങ്ങളെക്കാൾ മുൻനിരയിൽ നിൽക്കുന്നത് കാണ്. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സങ്ങോട്ട് നിറയും. പരിശുദ്ധാത്മാവിന് പിന്നെ പ്രവർത്തിക്കാൻ ഈസിയാ പ്രിയരെ. ഇവിടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുക ദിവസവും നമ്മള്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ. ഇത് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചാടി ആക്റ്റീവ് ആകും നമ്മളകത്തോട്ട്. അത് കഴിഞ്ഞ് പാട്ട് കഴിയുമ്പോഴേക്കും എൻ്റെ നിലനിൽപ്പിന് വേണ്ടി ബ്രദറെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പരിശുദ്ധാത്മാവ് എന്താ പ്രാർത്ഥിച്ചത്, എന്താ പാടിയത്? വിശ്വാസത്തിന്റെ കണ്ണുകളെ ഒന്ന് തുറക്ക്. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. കർത്താവിൽ നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോരിന്റെ ആയുധങ്ങളോ ജഡികമല്ല. ഇപ്പൊ മനസ്സിലായോ? കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങൾ, നോക്കിയേ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്നതിനെ ഇടിച്ചു കളയണം. ഈ ദിവസങ്ങളിൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യമാണ്. പരിശുദ്ധാത്മാവേ, ആ വചനം എടുത്തു വായിച്ചിട്ട് നിങ്ങളെ തന്നെ ഒന്ന് കാണ്. എന്നിട്ട് അന്യഭാഷ പറ. ജീസസ് ക്രൈസ്റ്റ്. ഇത് ആദ്യം വെച്ചൊരു ബുദ്ധിമുട്ടായിരിക്കാം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞേക്കാം, തുടക്കം നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷെ ശീലിക്കണം. ആദ്യമൊക്കെ ഇത് ഭയങ്കര പാടാണ്. ഞാൻ പണ്ട് പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് കർത്താവിന്റെ നാമത്തിൽ അങ്ങനെ പോവും, ഇങ്ങനെ പോവും, കർത്താവിന്റെ നാമത്തിൽ അവിടെ പോകും, ഇവിടെ പോകുമെന്ന് പറയുമ്പോഴേക്കും തിരിച്ച് വണ്ടി നോക്കുമ്പോഴേക്കും വണ്ടിക്കകത്ത് പെട്രോൾ കാണത്തില്ലായിരിക്കും. ലോകരാജ്യങ്ങളിൽ പോകാൻ വേണ്ടിയിരിക്കുക. കോട്ടയത്തുനിന്ന് എവിടെ നിന്ന് 10 കിലോമീറ്റർ പോകുമ്പോൾ പെട്രോൾ വണ്ടിക്കകത്തില്ല. പറച്ചിൽ മൊത്തം ലോകരാജ്യങ്ങളിൽ പോവും, ഫ്ലൈറ്റ് കയറും, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ പെട്രോൾ നോക്കിയാൽ വാക്തത്വം കാണാൻ പറ്റത്തില്ല. വാക്തത്വം നോക്കിയാൽ നന്മ പുറകെ വരും. ഇന്ന് രാജ്യങ്ങളുടെ ഡോർ നമുക്ക് പോകാൻ, സത്യം പറഞ്ഞാൽ എന്താ പറഞ്ഞത്, പോകാനുള്ള വഴി ദൈവം തുറന്നിട്ടേക്കുക. ദൈവകൃപയാൽ ദൈവത്തിന്റെ നിയോഗത്തിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഏത് രാജ്യത്തോട്ടും പോകാം ഇപ്പം ഈ നിമിഷം വേണമെങ്കിൽ. അതുപോലെ ദൈവം വഴി തുറന്നിരിക്കുക. ദൈവകൃപയാൽ നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങൾ ദൈവം അനുഗ്രഹിച്ച് പല രാജ്യത്തും ഒരു ഫെലോഷിപ്പിന് വേണ്ടി ഒരുങ്ങിയിരിക്കും. ഏത് രാജ്യത്തും, ഒട്ടുമുക്കാലും രാജ്യത്ത് കൂട്ടായ്മയ്ക്ക് വേണ്ടി തലമുറകൾ ആളുകൾ റെഡി ആയിട്ടിരിക്കും. അപ്പൊ ഏത് രാജ്യത്തും പോകാം, നിയോഗത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ വിശ്വാസ കണ്ണുകൊണ്ട് ഈ ദിവസങ്ങളിൽ കാണണമേ. ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്കൊരു കാര്യം നമ്മുടെ മനസ്സുമായിട്ടൊരു മൽപ്പിടുത്തമുണ്ട്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? അതാണ് പറഞ്ഞേക്കുന്നത്, ജഡത്തിന്റെ രാഗമോഹങ്ങളെ ക്രൂശിക്കണം. ഇവിടെ ക്രൂശീകരണം എന്ന് പറഞ്ഞൊരു സ്ട്രഗിൾ അതല്ലേ. ക്രൂശിക്കാന്ന് പറഞ്ഞൊരു സ്ട്രഗിൾ, അത് ഈസി അല്ല, സ്ട്രഗിളാ.
ആ സ്ട്രഗിളിൽ പേടിക്കണ്ട. ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സിനെ പിടിച്ചടക്കുന്ന ആത്മാവിന്റെ സമാധാനം വെളിപ്പെടും. പിന്നെ ഹന്ന കരഞ്ഞില്ല. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ കരച്ചിലുണ്ട്. എന്തിനാ ഇത് ചോദിക്കണം, എന്തിനാ ഞാൻ ഈ കരയുന്നത്? ആത്മാവിലാണോ എന്ന് പറഞ്ഞു, ആത്മാവിലാണോ ഞാൻ കരയുന്നത്, ജഡത്തിലാണോ? ചോദിച്ചൊന്നു. ഞാൻ കരയുന്നത് ഇത് തിരിച്ചറിയണം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോ വരുന്ന കണ്ണുനീരിനെ പോലും ശോധന ചെയ്യണം. ഇത് എന്ത് കണ്ണുനീരാ? ദൈവസാന്നിധ്യം വരുമ്പോഴുള്ള സന്തോഷ കണ്ണീരുണ്ട്, അത് വേറെ. ഈ കണ്ണീര് എവിടെ നിന്ന് വന്നേക്കുന്നത്? വ്യസനത്തിന്റെ അകത്തുനിന്ന് ബ്രേക്ക് ചെയ്ത് കോട്ടയായി മാറാൻ പോവാ. സ്ട്രോങ് ഹോൾഡ് ആകാൻ വേണ്ടി പോവാ. എരിഹോം കോട്ടയാകാൻ വേണ്ടി പോയി ഇടിക്ക്. തുടക്കത്തിൽ അങ്ങോട്ട് ഇടിക്കുക. ആഹാ, കരച്ചിലങ്ങോട്ട് മാറി നിൽക്കാൻ പറ. ഇതിനാദ്യം ഇടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് കരഞ്ഞു പ്രാർത്ഥിക്കുക. ഈ കൂട്ടരെ ആദ്യം ഓടിച്ചോണം നിങ്ങൾ. ഇത് കരയുന്ന കാലഘട്ടം അല്ല പ്രിയരെ. അങ്ങനെയാണെങ്കിൽ ഹന്ന പിന്നെയും കരഞ്ഞേനെ, ആണോ അല്ലയോ പറ? ഹന്ന പിന്നെ കരഞ്ഞില്ല. ഹന്ന പിന്നെ കരഞ്ഞത് മനസ്സ് മൊത്തം സമാധാനമാണ്. എന്നെ സമാധാനം എൻ്റെ ഉള്ളത്തിൽ ശമൂവേൽ ജനിച്ചിരിക്കുന്നു. ആ വാക്ക് പറഞ്ഞ് അവൻ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. നോക്കി അടുത്ത വാക്ക് പറയുന്നു. ഈ വാക്ക് കണ്ടോ? അതിനോ യജമാനൻ മനോവ്യസനമുള്ള സ്ത്രീ. അടുത്ത വാക്യം ഏലി സമാധാനത്തെ പോകുന്ന ഉത്തരമുണ്ട്. അടിയുടെ തൃക്കണ്ണിൽ കൃപയിലേക്ക് മാറട്ടെ. സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. പിന്നെ അവളുടെ മുഖം വാടിയില്ല. കരഞ്ഞില്ല അവള്. പിന്നെ കരയാൻ പറ്റുന്നില്ല ഹന്നയ്ക്ക്. അടുത്ത വാക്യത്തിൽ പറയാം. അനന്തരം അവർ അതികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം റാമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാന തന്റെ ഭാര്യയെ പരിഗ്രമിച്ചു. യഹോവ അവളെ ഓർത്തു. അതെന്നെ യഹോവ ഇത്ര ദിവസം ഓർക്കാഞ്ഞത് കണ്ട. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കണമല്ലോ ഈ വാക്യമൊക്കെ. ഹന്നയല്ലേ കണ്ടോ, യഹോവ അപ്പ ഓർത്തു. അതുവരെ യഹോവയെ ഓർത്തില്ല. പലരുടെയും പ്രാർത്ഥന ഇപ്പൊ മനസ്സിലായോ? തമ്പുരാൻ ഓർക്കിത്, തമ്പുരാൻ ആലോചിക്കുന്നത് ആരായത്? ഈ അവിശ്വാസം എല്ലാം പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് യഹോവ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ കൂട്ടത്തിൽ ഉണ്ടോ? ശിക്ഷിക്കപ്പെട്ട് പതറെ സ്നാനപ്പെട്ട് 10 വർഷം വിശ്വാസത്തിൽ അതൊന്നും ഇല്ല പ്രിയര്. കർത്താവ് നോക്കുമ്പോൾ കാണണമെങ്കിൽ ഇതേപോലെ എന്ത് ചെയ്യണം? ഇങ്ങനെ നിൽക്കണം. അടുത്ത വാക്യത്തിൽ പറയുന്നു, ആണ്ട് കഴിഞ്ഞ് ഹന്ന ഗർഭം ധരിച്ചു. ഈ എൽക്കാനയല്ലേ പറഞ്ഞത് ഞാൻ മതിയെന്ന്? കണ്ടോ, എൽക്കാന ഞെട്ടിപ്പോയി. എന്താ പരിപാടിയാ? മിറക്കിൾ. കണ്ടോ, ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയ്ക്ക് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞവന് ശമൂവേൽ എന്നൊരു പേര് വിട്ടു. കണ്ടോ, പിന്നെ എൽക്കാന എന്ന പുരുഷനും അവന്റെ കുടുംബമൊക്കെയും യഹോവയെ വർഷയാഗവും നേർച്ച കഴിപ്പാൻ വേണ്ട. അതുവരെ പള്ളിയിൽ പോകാത്ത എൽക്കാന പള്ളിയിൽ പോയെന്ന്. അതുവരെ ഹന്നെ ഒറ്റയ്ക്കാ പോകുന്നത്. നോക്കി, ഇവിടെ വാക്യം മുഴുവൻ നോക്കിയാ അതുവരെ ഹന്നെ ഒറ്റയ്ക്കാ പോയിക്കൊണ്ടിരുന്നത്. എൽക്കാന കൂടെ ഇല്ല. സാക്ഷ്യം കിട്ടിയപ്പോ എല്ലാരും കൂടെ വരും. പറഞ്ഞാട്ടെ, സാക്ഷ്യം തുടങ്ങിയാ പിന്നെ എല്ലാരും വരും എന്ന് പറ. കുടുംബം മൊക്കെയും ഉണ്ട് ഹന്നെ. കുടുംബം മൊത്തം വരും. എന്നാ പ്രതികൂലമാണെങ്കിലും ആദ്യം കാണേണ്ടത് നിങ്ങളാ. കുടുംബം മൊത്തം വന്ന് യഹോവയ്ക്ക് വർഷയാഗോ നേർച്ചും കഴിപ്പാൻ പോയി. ഹല്ലേലൂയ. അപ്പൊ നിങ്ങള് ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണണം. സ്ട്രോങ് ഹോൾഡുകളെ തകർക്കണം. അതിന് നിങ്ങൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. കൃപ ലഭിച്ച നിങ്ങൾക്ക് മാത്രം. അതാണ് യേശു പറഞ്ഞത്, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത് പറയുന്നത് സംഭവിക്കുമെന്ന് ആദ്യം വിശ്വസിക്കണം. ആദ്യം നിങ്ങളാ വിശ്വസിക്കേണ്ടത്. ഞാൻ വിശ്വസിക്കുന്നുണ്ട് ബ്രദറെ, അങ്ങനെയല്ല, ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി പോവാ. അടുത്തൊരു ലെവലിലോട്ട് കയറിക്കേ. വിശ്വാസത്തിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കയറിക്കേ. നെക്സ്റ്റ് ലെവലിലോട്ട് മൂവ് ചെയ്തേ. നെക്സ്റ്റ് റെലത്തിലേക്ക് മൂവ് ചെയ്തേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് രോഗികളായിരിക്കുന്നവർ കൈ തിരുമിക്കൊണ്ടിരിക്കാതെ ഒന്നൊന്നും വിശ്വാസ കണ്ണുകൊണ്ട് എവിടെയാണ് കുഴമ്പ് കിട്ടുന്നത്, എവിടെയാണ് ഒറ്റമൂലി കിട്ടുന്നതെന്ന് മനസ്സിൽ ചിന്തിക്കാതെ ആ സ്വർഗത്തിലെ യേശു ക്രൂശിൽ വന്ന് എനിക്ക് വേണ്ടി മുറിവേറ്റ് ഇങ്ങനെ കൈ പൊക്കിക്കൊണ്ട്, ഇത്രയും നാളും ബ്രദർ എനിക്ക് വേദനയായിരുന്നു, ഇപ്പം എൻ്റെ കൈ ഞാൻ പൊക്കുന്നു, ഞാൻ പുഷപ്പ് ചെയ്യുന്നു, ഞാൻ വെയിറ്റ് എടുക്കുന്നു, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, അതേ കൈ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത് കണ്ടേ. ഒന്ന് വിശ്വാസ കണ്ണുകൊണ്ട് കണ്ടേ.
കഴിഞ്ഞ ദിവസം അൻസൂസ് എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു, അപ്പൊ ഒത്തിരി സഹോദരങ്ങളുടെ ഹൃദയത്തെ ദൈവാത്മാവ് തൊട്ടായിരുന്നല്ലോ. അവർ മനസ്സിന്റെ അകത്ത് ഭയങ്കര സമാധാനം, ഭാരങ്ങൾ വിട്ടുമാറി. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാ പ്രിയരെ. ജീവനും സമാധാനവും ഇറങ്ങിയതിന്റെ ശക്തിയാണ് കണ്ടത്. ഇന്ന് എൽക്കാനമാര് തകരട്ടെ, എൽക്കാനമാരുടെ വ്യാഖ്യാനങ്ങൾ തകരട്ടെ. ഇന്ന് ഏലി എന്ന് പറയുന്ന പരോഹിതൻ, ഏലിയുടെ മിടുക്കല്ല കേട്ടോ, ഏലിക്കകത്ത് വ്യാപരിച്ചൊരു അഭിഷേകമുണ്ട്. പിന്നീട് ഏലി എന്ത് ചെയ്തു? പിന്മാറിപ്പോയി. പക്ഷേ അന്ന് വ്യാപരിച്ചൊരു അഭിഷേകമുണ്ട്. ഒന്ന് കണ്ടേ, വിശ്വാസത്താൽ കണ്ടേ. ആ മനസ്സിലേക്ക് നമ്മൾ പാടുന്നത് പോലെ, വിശ്വാസത്താൽ കാണുന്നു ഞാൻ, വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ എന്നതുപോലെ വിശ്വസിച്ചിടുന്നു എൻ്റെ കർത്താവെ. നമ്മൾ അങ്ങനെയല്ലേ പാടുന്നത്? ആ പാട്ട് വേണം, ഒന്ന് പാടിക്കോ നിങ്ങൾ, വിശ്വാസത്താൽ പാടിക്കോ. കാണുന്ന ഞാൻ കർത്താവെ, വിശ്വാസത്താൽ എൻ മുമ്പിൽ ചെങ്കടൽ രണ്ടാകുന്നു. കണ്ടോ? രണ്ടെന്ന് കണ്ടേ, ആ കടല് രണ്ടാകുന്നത് കണ്ടേ. എന്നിട്ട് അന്യഭാഷ പറയാവുള്ളൂ. കടലിൽ കണ്ടോണ്ട് അന്യഭാഷ പറഞ്ഞാൽ കടലിന് മാറാൻ പറ്റത്തില്ല. കടല് പറയും, നീയൊന്നും കാണുന്നില്ലല്ലോ, ഞാൻ കടലാന്നല്ലേ നീ കാണുന്നുള്ളൂ. എന്നാൽ കടല് മാറുന്നത് കണ്ട കടലിന് മനസ്സിലാവും ഇവിടെ എന്തോ സംഭവിക്കാൻ വേണ്ടി പോവാ. ഓ യേശുവേ, വിശ്വാസം പ്രവർത്തിക്കണം, വിശ്വാസം പ്രവർത്തിക്കണം. പ്രവൃത്തി തലത്തിലേക്ക് വിശ്വാസം കയറി വരണം. ആ മാനസാന്തരപ്പെടാത്ത മോനെ അവരൊന്നും ബ്രദറെ പ്രാർത്ഥനയ്ക്കും വരുന്നില്ല. എനിക്ക് സങ്കടം ബ്രദറെ, സങ്കടം. ഓക്കെ, അവിടെ ഇരുന്നോട്ടെ. സങ്കടത്തെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. സങ്കടപ്പെട്ടിട്ടതിൻ്റെ വല്ലോ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സങ്കടപ്പെട്ടത് കൊണ്ട് ഒരു കാര്യമില്ല. പകരം കണ്ടേ, എൻ്റെ ബ്രദറെ, എൻ്റെ കാറയിൽ, എൻ്റെ ബൈക്കേൽ, എൻ്റെ കൂടെ ബസ്സിൽ ഇടവും വലവും തലമുറ ഇങ്ങനെ ഇരിക്കുക. അവരിതേ പറയാ, അമ്മച്ചി ഇന്ന് നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോവാം. അച്ചായൻ പറയോ, ഇന്ന് നമുക്ക് ആരാധനയ്ക്ക് പോകണം. നിങ്ങൾ പറയാം, വേണ്ട ഇന്ന് നമുക്ക് കല്യാണത്തിനോ. വേണ്ട, ഭർത്താവ് പറയുന്നത് കണ്ടേ. മുൻനിരയിലോട്ട് കയറി വരുന്ന പിമ്പന്മാരെല്ലാം മുമ്പന്മാരാകുന്നത് കണ്ടേ. ഒന്ന് കണ്ടേ, എന്നിട്ട് അന്യഭാഷ പറ, എന്നിട്ട് വചനം പറ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഒന്ന് കൈവച്ച് പറഞ്ഞ്, സൗഖ്യം എൻ്റെ അവകാശമാണ്, വിട്ടുകൊടുക്കരുത്. അത്ഭുതം എൻ്റെ അവകാശമാണ്, സമാധാനം എൻ്റെ കടഭാരത്തിൻ്റെ അകത്തിരിക്കുമ്പം ഒന്ന് കണ്ടേ. നേരം വെളുക്കുമ്പം ദൂതന്മാര് കൊണ്ടുവന്ന് നന്മ വെക്കുന്നത്, ഓ യേശുവേ, ദൂതന്മാര് കൊണ്ടുവന്ന് നന്മ വെക്കുന്നത്, ദൂതന്മാര് കൊണ്ടുവന്ന് നന്മ വെക്കുന്നത് കണ്ടേ. ഇത്രയും നാൾ ഓർത്ത് രാവിലെ ആകുമ്പോൾ ആ ബ്ലേഡുകാരൻ കൊണ്ടുവന്ന് പൈസ തരും. അത് കണ്ടോണ്ടല്ലേ പ്രാർത്ഥിച്ചത്. അത് തന്നെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. പലിശക്കാരൻ കൊണ്ടുവന്ന് തരുന്നത് മിറക്കിൾ മണിയാന്ന് പറഞ്ഞ് കാണുന്നതുകൊണ്ടല്ലേ അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രേക്ക് ചെയ്യ്. ഞാൻ കാണുന്നു ബ്രദറെ. ചിലപ്പോൾ നാളെ രാവിലെ നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. വിട്ടുകൊടുക്കരുത്. പിന്നെയും കാണണം. ജീസസ് ക്രൈസ്റ്റ് ട്രെയിൻ ചെയ്യിപ്പിക്കണം. നിങ്ങളുടെ അകത്ത മനുഷ്യനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. നിങ്ങളുടെ ഹൃദയത്തെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. നിങ്ങളുടെ ചിന്തകളെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. ഇപ്പം നമ്മുടെ മനസ്സ് മൊത്തം കോട്ടകളായതുകൊണ്ടാണ് ഇപ്പം ഫെയ്ത്ത് പ്രവർത്തിക്കുന്നില്ല. ഫെയ്ത്തിനേക്കാൾ വലിയ കോട്ടയാ. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, എരിഹോമിനെ കുത്തിപ്പൊളിക്കാൻ പോകരുത്, വട്ടം ചുറ്റി നടക്കുക 7 വട്ടം, ഇത് ഇടിയാൻ വേണ്ടി പോവാ. ജീസസ്. അപ്പൊ കറങ്ങുന്നവന്റെ മനസ്സ് മൊത്തം 7-ാം ദിവസം ഇത് തകരും. ഇത് കണ്ടുകൊണ്ട് അവൻ കറങ്ങുന്നത്. അതുകൊണ്ട് അവന് നിരാശ വരാത്തത്. 1-ാം ദിവസം സ്വത്രഗീതം പാടുക, കാണുന്നു ഞാൻ വിശ്വാസത്താൽ എരിഹോം ഇടിഞ്ഞ് താഴെ പോവും. 2-ാം ദിവസം കാണുന്നു ഞാൻ വിശ്വാസത്താൽ എരിഹോം ഇടിഞ്ഞ് താഴെ പോവും. കാണുന്നു ഞാൻ വിശ്വാസാൽ, ഇത് തന്നെ പാടുക. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ എന്ന പോലെ ഞാൻ കാണുക. എരിഹോം ഇടി. 7-ാം ദിവസം അവൻ കണ്ടു എരിഹോം ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നത്. കണ്ടോ? ഇടിഞ്ഞിട്ടല്ല വിശ്വസിക്കേണ്ടത്, ഇടിയുന്നതിന് മുമ്പ് വിശ്വസിക്കണം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ്. കാല് വയ്യാത്തവരെ, വീൽ ചെയറിൽ ഇരിക്കുന്നവരെ, നടക്കാൻ കഴിയാത്തവരെ, ബ്രദർ വരുമ്പോൾ ഞാൻ സൗഖ്യമാകുമെന്ന് പറയാതെ, ബ്രദർ വരുമ്പോൾ ഞാൻ എൻ്റെ കാലുവായി ബ്രദറിനെ വന്ന് സ്വീകരിക്കും. കണ്ടേ, ഞാൻ അവിടെ മുൻനിരയിൽ കസേര ഇടാൻ വേണ്ടി നിൽക്കും. കണ്ടേ, ഞാൻ അതിനു വേണ്ടിയല്ല ഓടും. കണ്ടേ, യേശുവിന്റെ നാമത്തിൽ. ഞാൻ ഇപ്പൊ സാക്ഷ്യം പറയാൻ വേണ്ടി പോവാ. കണ്ടേ, ഇന്ന് ആ രോഗം നിങ്ങളെ വിട്ട് ഇറങ്ങി ഓടാൻ റെഡി ആയിട്ട് നിൽക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹീലിംഗ് പവർ ഇസ് മൂവിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കണ്ടേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. കണ്ടേ, ഇപ്പോൾ ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇരുന്ന് കേൾക്കുന്നവരെ,
ഇന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ 2 കൂട്ടരോട് ഞാൻ പറയുവാണ്, നിങ്ങളുടെ കൂടെ യേശു ഉണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുതം കൂടെയുണ്ട്. മർക്കോസിന്റെ വചനം പറയുന്നു, ദീസ് സൈൻ വിൽ അക്കംപനി ദോസ് ഹു ബിലീവ്. ആരാണോ വിശ്വസിക്കുന്നവര് അവരുടെ കൂടെ ഈ അത്ഭുതങ്ങൾ ഇറങ്ങുന്ന പറഞ്ഞത്. അവരുടെ കൂടെ അത്ഭുതങ്ങൾ കണ്ടോ, കൂടെ അത്ഭുതം, അവരുടെ കൂടെ അത്ഭുതം നടന്നുകൊണ്ടിരിക്കുക. ജീസസ്. പക്ഷേ അത്ഭുതം നിങ്ങളെ പിടിച്ചടക്കാൻ വേണ്ടി ഇപ്പം ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആ പുതിയ ഇൻസുലിൻ സിസ്റ്റം ഉണ്ടാകുക. ഷുഗറും ഡയബറ്റിക്കും ഉള്ളവരെ കൈവച്ചിട്ട് പറ, ഇതൊരു രോഗമാണ്. ചിലർ പറയുന്നത് പ്രായത്തിന്റെ ആധിക്യം വരുമ്പോൾ, ആഹാരത്തിന്റെ കുഴപ്പങ്ങൾ വരുമ്പോൾ, അതുകൊണ്ട് ഇതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ആ രോഗങ്ങൾ എനിക്ക് വന്നു ബ്രദറെ. ഡോക്ടർ പറഞ്ഞു ഈ രോഗം വരാൻ കാരണം ഇതാണ്, ഡോക്ടർ പറഞ്ഞു ഈ രോഗത്തിന്റെ കാരണം ഇതാണ്, ഇതിന് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, ഇതിങ്ങനെ നിങ്ങൾ കൈകാര്യം ചെയ്തു പോകുക, അഡ്ജസ്റ്റ് ചെയ്ത്. എല്ലാ രോഗത്തെ പറ്റി ഞാൻ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞത് കറക്റ്റ് പ്രിയരെ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന കാര്യമാണ് പ്രിയരെ. പക്ഷെ വിശ്വാസ കണ്ണ് തുറന്നിട്ട് പറയണം, ഇത് രോഗമാണ്. എങ്ങനെ വന്നു, എങ്ങനെ സംഭവിച്ചത്? രോഗമാണ്. ഇതെനിക്കുള്ളതല്ല. യേശുവിനെ സൗഖ്യമാക്കിയെന്ന് ഞാൻ പോയി ഡോക്ടറോട് പറയും. യേശുവിനെ സൗഖ്യമാക്കിയെന്ന് ഞാൻ ആ ഹോസ്പിറ്റലിൽ മൊത്തം പറയും. യേശുവിനെ സൗഖ്യമാക്കി ഞാൻ കവല നിന്നുകൊണ്ട് പറയും. യേശുവിനെ സൗഖ്യമാക്കിയെന്ന് ഞാൻ ലോകം മുഴുവൻ പറയും. ഇപ്പൊ കണ്ടേ, അപ്പോഴല്ല കാണേണ്ടത്, ഇപ്പൊ കാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് അത്ഭുതമോ. കുറെ നേരം ഒന്ന് കൽപ്പിച്ച്, ഇന്ന് എൻ്റെ കൂടെ കുറച്ച് നേരം ഒന്ന് കൽപ്പിച്ച്, ഞാൻ കാണുന്നതെല്ലാം പുറത്ത് പറയാൻ പറ്റുന്നതാണെ മാത്രം പറഞ്ഞാൽ മതിയേ. ഇന്ന് വിശ്വാസ കണ്ണുകൊണ്ട് അല്ല, വേണ്ട ഞാൻ മ്യൂട്ട് മാറ്റുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ വിഷയങ്ങൾ കണ്ടേക്കാം. യേശുവിനകത്ത് ഒന്ന് പറഞ്ഞ്, എവിടെ ഇരുന്നുകൊണ്ടാണെങ്കിലും പറഞ്ഞ്, യേശുവിനകത്ത് ഞാൻ കാണുന്നത് പറ. എന്തുവാ നിങ്ങൾ കാണുന്നത്? വീടിന്റെ മുമ്പിൽ ഇപ്പൊ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം മുമ്പിൽ വെച്ചാൽ നിങ്ങൾ കാണുന്നത് എന്തുവാ? വെള്ളം, ഗ്ലാസ്സിൽ വെള്ളം. ഇത് കാണുന്നത് പറയുമല്ലോ നിങ്ങൾ. ബ്രദറെ, എൻ്റെ മുമ്പിൽ ഒരു കുപ്പിക്കകത്ത് വെള്ളം ഇരിക്കുന്നു, എൻ്റെ മുമ്പിൽ ഒരു കുപ്പി വെള്ളമുണ്ട്, ഞാൻ ആ കുപ്പിയിലെ വെള്ളം കാണുക. ഇപ്പൊ നിങ്ങൾ എന്താ കാണുന്നത്? രോഗമാണോ കാണുന്നത്? സൗഖ്യമാണോ കാണുന്നത്? രോഗം കാണുന്നത് കൊണ്ടാണ് രോഗമാണെന്ന് പറയുന്നത്. സൗഖ്യം കാണുന്നവർ സൗഖ്യമാണെന്ന് പറ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പറഞ്ഞ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എൻ്റെ തലമുറ ഇന്ന് മനസ്സാന്തരപ്പെടും. ഞാൻ കാണുക, അവൻ എൻ്റെ കൂടെ ആരാധനയ്ക്ക് വരുന്നത്, എൻ്റെ ഭർത്താവ് എൻ്റെ ഒപ്പം വരുന്നത്, ആരാധിക്കുന്നതും, അന്യഭാഷ പറയുന്നത് ആരാധിക്കുന്നതും, ആത്മാവിൽ തുള്ളിച്ചാടുന്നതും, ആത്മാവിൽ നിറയുന്നതും ഒന്ന്. എൻ്റെ ഭർത്താവ് ആരാധിക്കുന്നു. ആ ഭർത്താവ് ഒരിക്കലും മദ്യം വേണ്ട, യേശു മതി. കോട്ടകളെ ഇടിച്ച് യേശുവിന്റെ നാമത്തിൽ മനസ്സിന്റെ അകത്ത് സമാധാനം നിറയുക. ഓ യേശുവേ, കൈവച്ച് ആ വേദന ഉള്ളവര്, രോഗമുള്ളവര് ഇന്ന് എൻ്റെ ഉള്ളത്തിൽ പറയുന്നു, ഈ കഴുത്തിന്റെ ആ ഭാഗങ്ങളിലായിട്ട് വേദനകളാൽ ഭാരപ്പെടുന്നവരെല്ലാം കൈവച്ച്, ശരീരത്തിന്റെ അകത്ത് മുഴ നിൽക്കുന്നവർ കൈവച്ച്, വിശ്വാസ കണ്ണുകൊണ്ട് കണ്ടേ. ഞാനിപ്പോ തടവുമ്പോ ബ്രദറെ, ആ മുഴ അവിടെ ഇല്ല, അത് എവിടെ പോയി? യേശു എടുത്തു. ആ നീരെന്തിയെ കാണുന്നില്ല? യേശു എടുത്തു. ആ വേദന എന്തിയെ കാണുന്നില്ല? യേശു എടുത്തു. ആ മുടന്തെന്തിയെ കാണുന്നില്ല? യേശു എടുത്തു. എൻ്റെ ആ രോഗം എന്തിയെ കാണുന്നില്ല? യേശു എടുത്തു. പറഞ്ഞ് യേശു അത് എടുത്തു. ഞാൻ എടുത്തിട്ടില്ല. എൻ്റെ രോഗത്തെ യേശു വഹിച്ചു, എൻ്റെ വേദന യേശു ചുമന്നു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നപ്പ ആ രോഗം വിട്ടുമാറുന്നു, വേദന വിട്ടുമാറുന്നു. പൈശാചിക ശക്തികൾ, മരണശക്തികൾ ശരീരത്തിന്റെ അകത്തുനിന്ന് ഇപ്പൊ കൽപ്പിക്കുക, ഇറങ്ങിപ്പോ യേശുവിന്റെ നാമത്തിൽ. ആ മരണശക്തികളെ ബ്രേക്ക് ചെയ്യുന്നപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ രോഗശക്തികളെ ബ്രേക്ക് ചെയ്യുന്നു. ഈ സമയത്ത് വേദനയാലും രോഗത്താലും ഭാരപ്പെടുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ ഇതിന്റെ അകത്ത്? മ്യൂട്ട് മാറ്റി പറഞ്ഞേ. വേദന, രോഗം, മുഴകൾ, ശരീരത്തിന്റെ അകത്ത് ബുദ്ധിമുട്ടുകൾ, നടക്കാൻ കഴിയാത്തവര്, എന്താണ് ക്യാൻസറുകളുമായി ഭാരപ്പെടുന്നവരെല്ലാം കണ്ടേ, ക്യാൻസർ മാറി ആ വ്യക്തി വന്നിട്ട് പറയുക, യേശുവെന്നെ തൊട്ടു, യേശുവിന്റെ മുറിവെന്നെ തൊട്ടു. ഇനി എന്റെ പ്രിയരെ, നിങ്ങൾ കണ്ടേ, ഒന്ന് കണ്ണടച്ചിട്ട് യേശുവിന്റെ മുറിവ് കണ്ടേ, ആ മുറിവിൽ നിന്നൊഴുകുന്ന രക്തം എന്റെ രോഗത്തിൽ വീഴുന്നത് കണ്ടേ. കർത്താവിന്റെ അടിപ്പിണരുകളാൽ പറഞ്ഞേ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ഞാൻ പറയുന്നില്ല. ഇന്ന് നിങ്ങൾ പറഞ്ഞ
പറഞ്ഞ് ഓറാൽ ഖിമിനി ഹൽഫീസിയാൻ തിരി മസ്കെനാലിയാൻ തിരി മസ്കെനാറിയ. ഞാൻ അന്യഭാഷ പറയുന്നതേ ഉള്ളൂ, നിങ്ങൾ പറയാൻ വേണ്ടി പോവാ. ഞാനിവിടെ അന്യഭാഷ പറയുന്നതേ ഉള്ളൂ, നിങ്ങൾ കൽപ്പിക്കാൻ വേണ്ടി പോവാ. ഞാൻ ഇപ്പൊ ചോദിക്കും, ഈ ആരൊക്കെയാ അത് കാണുന്നത്? ചുമ്മാ കൽപ്പിക്കരുത്. ചുമ്മാ കാളംപൂളം പറയാതെ, ചുമ്മാ കാളംപൂളം പ്രാർത്ഥിക്കാതെ, കണ്ടിട്ട് യേശുവിന്റെ രോഗത്തെ വഹിച്ചു. കർത്താവിന്റെ ആ ക്രൂശിലോട്ട് ഓടിച്ചെല്ല്. നിങ്ങളുടെ ഇപ്പോഴത്തെ ആ രോഗം, ആ മുഴ, നീര്, വേദന എല്ലാം യേശു തന്റെ ശരീരത്തിൽ വഹിച്ചു. അത് അവിടെ ഇരിപ്പുണ്ട്, കാലയിൽ ഇരിപ്പുണ്ട്. നിങ്ങളുടെ കാലുവേദന, നിങ്ങളുടെ ഇപ്പോഴത്തെ ആ മുട്ടിന്റെ തേയ്മാനം യേശുവിന്റെ മുട്ടയിൽ ഇരിപ്പുണ്ട്. നിങ്ങളുടെ കാഴ്ചയില്ലാത്ത കണ്ണാടി വെക്കുന്ന കണ്ണാടി ഊരി മാറ്റിക്കേ. എന്നിട്ട് യേശുവിനെ കണ്ണേ നോക്കിക്കേ. ബൈബിൾ പറയുന്നു, കർത്താവ് എന്റെ രോഗത്തെ വഹിച്ചു. എന്റെ കാഴ്ചയില്ലാത്ത അവസ്ഥ ഇപ്പൊ യേശുവിന്റെ കണ്ണിലിരിക്കുക. എന്റെ കൈ പൊക്കാൻ പറ്റുന്നില്ല ബ്രദറെ, കൈയുടെ വേദനയാ. യേശുവിന്റെ കയ്യിലോട്ട് നോക്ക്. യേശുവിന്റെ കയ്യിൽ ഇപ്പൊ ആ വേദന ഇരിക്കുവാണ്. ഒന്ന് കണ്ടേ വിശ്വാസത്താൽ. ആ ബ്രദറെ, നടു ചലിപ്പിക്കാൻ പറ്റത്തില്ല ബ്രദറെ. ഒന്ന് കണ്ടേ യേശുവിന്റെ നടുവേൽ, എന്റെ നടുവേദന ഇരിക്കുന്നത് കണ്ടേ. ഒന്ന് കണ്ടേ. എന്നിട്ട് കൽപ്പിച്ച് യേശുവിന്റെ നാമത്തിൽ എന്നിട്ട് കൽപ്പിച്ചു. ഒന്നിട്ട് കണ്ടേ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അന്യഭാഷ പറയാൻ വേണ്ടി പോവാ. ഓ റബാന ഷംദൽ മറാഖിസിയാന്തിരി മോർഖോസിയ എന്ന് കൽപ്പിച്ച് നിങ്ങൾ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. കൽപ്പിച്ച് യേശുവിന്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിന്റെ വേദന ചുമന്നു, കർത്താവിന്റെ രോഗം ചുമന്നു. ഒന്ന് കണ്ടേ. കൈ അവിടെ വെച്ച്, ഏത് സ്പോട്ടിലാണോ കൈ, അവിടെ ആ വേദന അവിടെ കൈ വെക്കാൻ പറ്റുന്ന സ്പോട്ടാണ് കൈ വെക്കുക. ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ മനസ്സിൽ അത് ദേഹത്ത് എവിടെയെങ്കിലും കൈവെക്കുക. എന്നിട്ട് പറയണം, എന്നിട്ട് കാണുന്നത് പറയണം. കാണുന്നത് എന്നാണെന്നറിയാവോ? യേശുവിന്റെ ദേഹത്തിന്റെ മുറിവിരിക്കുന്നു, യേശുവിന്റെ ദേഹത്തിന്റെ വേദനിക്കുന്നു. എന്നിട്ട് പറയണം, യേശുവിന്റെ രോഗത്തെ എടുത്തു, യേശുവിന്റെ സൗഖ്യം എനിക്ക് കിട്ടി. യേശുവിന്റെ രോഗത്തെ എടുത്തു, യേശുവിന്റെ സൗഖ്യം എനിക്ക് കിട്ടി. റാഖിനിയ ലംസകെറ്റ റിയാന്തിരി. ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾസ് ഉണ്ടാകുക. പുതിയ അവയവം ഉണ്ടായി വരിക. കണ്ണാടിയൊക്കെ വെച്ചോണ്ടിരുന്നോണ്ട് ചിരിച്ചോണ്ടിരിക്കാതെ കണ്ണാടി ഊരിക്കുക. പറഞ്ഞ്, കണ്ണാടിയുടെ സഹായം ഇല്ലാതെ ഞാൻ വായിക്കും. ബ്രദറെ, വയസ്സ് 100 പോട്ടെന്നേ. 100 വയസ്സിൽ കണ്ണടക്കണം നിർബന്ധമൊന്നും ബൈബിളിൽ പറയുന്നില്ല. കണ്ണാടി ഊരി മാറ്റിക്കുക. എന്നിട്ട് പറഞ്ഞ്, കാഴ്ച കാണാൻ വേണ്ടി പോവുക. കണ്ണാടി ഇല്ലാതെ ഞാൻ കാണാൻ വേണ്ടി പോവുക. കണ്ണാടിയുടെ സഹായം ഇല്ലാതെ ഞാൻ വായിക്കാൻ വേണ്ടി പോകുക. ഞാൻ ഇന്ന് നടക്കാൻ വേണ്ടി പോവാ, ഓടാൻ വേണ്ടി പോവാ. നടുവേദന പിടിച്ച് ഞാൻ കിടക്കത്തില്ല. രോഗവുമായിട്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി എൻ്റെ ദേഹത്ത് കത്തി വെക്കാൻ സമ്മതിക്കത്തില്ല. ഓ യേശുവിൻ ഡോക്ടർ തന്നെ പറയും, ഓപ്പറേഷൻ വേണ്ട, മരുന്ന് വേണ്ട, റെസ്റ്റ് ചെയ്തോ എന്ന് പറയും. ലോക്കോ ബാറാസിയാന്തിരി റാസ്മെറ്റലിയാമ റൽക്കേരിയാന്തിരി റാതുഷ്പെലാറിയാന്തിരി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഭിഷേകത്തിന്റെ ശക്തി നുകങ്ങളെ ഇപ്പോൾ ഒടിക്കുക. വേദന പൂർണ്ണമായി, ആ കോട്ടകൾ എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ, എൻ്റെ ചിന്തയിൽ എവിടെയെങ്കിലും അപ്പൊ കോട്ട കിടപ്പുണ്ട്, അതിനെല്ലാം ഇടിക്കുക. റാഖു അവിശ്വാസത്തിന്റെ കോട്ടകളെ ഇടിക്കുന്നു, ഭയത്തിന്റെ കോട്ടകളെ ഇടിക്കുന്നു, മരണത്തിന്റെ കോട്ടകളെ ഇടിച്ചു കളയുന്നു. ഇല്ല തോൽവികളുടെ ചിന്തകളെയും ആ കോട്ടകളെ ഇടിക്കുന്നു. അനുഗ്രഹത്തിന് വിരോധമായി പൊങ്ങുന്ന അവിശ്വാസത്തിന്റെ കോട്ടകളെ ഇടിക്കുന്നു. ഹീലിംഗ് സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം. ജീസസ് ഒന്ന് ചെക്ക് ചെയ്തേ. ആ കൽപ്പിച്ചവരൊന്ന് ചെക്ക് ചെയ്തേ. എത്ര പേര് കൽപ്പിച്ചു? ഒന്ന് ചെക്ക് ചെയ്തേ. ജീസസ് ക്രൈസ്റ്റ്. അവര് മാത്രം, ഇന്ന് ആ രോഗത്തിന് വേണ്ടി കൽപ്പിച്ചവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. ആ പറഞ്ഞു. എന്റെ അച്ഛനെ പറഞ്ഞു ക്യാൻസർ രോഗമാണേ. അച്ഛന് തലയിലും വയറിലും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാനത് യേശുവിന്റെ ബ്ലഡ് എന്റെ അച്ഛന്റെ മേത്തോട്ട് ഒഴുകണ കൂട്ടി ഞാൻ സങ്കല്പിച്ച് മാറി എന്നുള്ളത് ഞാൻ സങ്കല്പിച്ച്. അത് കണ്ടുകൊണ്ട് അടുത്ത ടെസ്റ്റിൽ ഞാൻ ഇവിടെ അത്ഭുതം കണ്ടു. ഡോക്ടർ പറയുവാണ്, അത് അവിടെ എവിടെ പോയി, ആ ക്യാൻസർ കാണുന്നില്ല എന്ന് ഡോക്ടർ പറയുന്നത് കണ്ടുകൊണ്ട് അടുത്ത ടെസ്റ്റിൽ അവിടെ ഇല്ല എന്ന് പറയുന്നത് ഇപ്പം മുതൽ കാണണം കേട്ടോ. അത് കാണുന്നത് പറയണം. കാണുന്നത് യേശു പറഞ്ഞ് കണ്ടുകൊണ്ട് ഈ മലയോട് നീങ്ങാനാ പറയുന്നത്. കണ്ടുകൊണ്ട്. ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്തേ. ജീസസ് ക്രൈസ്റ്റ്. എനിക്കൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. പറഞ്ഞു. കൈക്ക് തോളിന് വേദനയായിരുന്നു.
ഇപ്പൊ പ്രാർത്ഥിച്ച സമയത്ത് ആ വേദന ഇല്ല. അവിടെ ഞാൻ അമ്മയെ എടുത്തു പൊക്കുന്ന സമയത്ത് വേദന വന്നായിരുന്നു. ഇപ്പൊ വേദന ഇല്ല, വേദന ഫുള്ള് മാറി. നന്ദി യേശു, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്തേ. ബ്രദറെ, എന്റെ കൈക്ക് കുഴയ്ക്ക് വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ വേദനയില്ല. ഇതിനു മുമ്പ് വേദനയായിരുന്നു? അതെ. ഇപ്പൊ ഒട്ടും വേദനയില്ല? ഇല്ല, പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോഴും ഭയങ്കര വേദനയായിരുന്നു. ഓ, ഇപ്പൊ ഒട്ടുമില്ല. ഇല്ല ബ്രദറെ. കർത്താവിന്റെ അത്ഭുതത്തിന് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. അടുത്തയാള് ചെക്ക് ചെയ്തേ. അടുത്തയാള് ചെക്ക് ചെയ്തേ. ആ, ഈ തലയുടെ ഒരു ഞരമ്പിന് മിക്കവാറും വേദന ഉണ്ടായിരുന്നു എനിക്ക് എപ്പോഴും. എത്ര നാളായിട്ട്? കുറച്ച് നാളായിട്ടുണ്ട്, ഒരു മാസത്തിൽ മേലായി. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ വരാറുണ്ടായിരുന്നു. പ്രാർത്ഥനയുടെ ഇടയ്ക്ക് തന്നെ ആ വേദന ഇങ്ങനെ ഏറ്റു പറഞ്ഞപ്പോ തന്നെ വേദന വിട്ടു വന്നു. ഇപ്പൊ സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോ എന്നാ സംഭവിച്ചത്? വേദന മാറി, വേദന ഇല്ല ഇപ്പൊ. ഞരമ്പ് സംബന്ധമായിട്ട് സിസ്റ്റർക്ക് വേദനയായിരുന്നു, എപ്പോഴും വേദന വന്നുകൊണ്ടിരുന്നു. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ കോട്ടയാ അത് പൊങ്ങി വന്നു, ഒറ്റ കൽപ്പില. ഇപ്പൊ സിസ്റ്റർ ഒട്ടും വേദനയില്ല. പിടിച്ചു നോക്കിയോടെ. വേദനയില്ല. എന്റെ യേശുവെ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്തേ. ജീസസ്. ചെക്ക് ചെയ്ത് മസ്റ്റായിട്ടും പ്രിയരെ സൗഖ്യം പറയണം. എന്റെ അവകാശമാണ്, അത് കാണണം. പിശാച് മനസ്സിൽ കൊണ്ടുവന്നിട്ട് രോഗം വന്ന് മരിക്കുന്നത് കാണിച്ചുകൊണ്ടിരിക്കുക, രോഗം വന്ന് തളർന്നു നടക്കുന്നത് കാണിച്ചുകൊണ്ടിരിക്കുക. ഇത് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പം നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് അറിയാവോ? പ്രാർത്ഥിക്കുമ്പം മിറക്കിൾസിലോട്ട് കയറാൻ പറ്റുന്നില്ല എന്ന് യേശു പറഞ്ഞു. പ്രാർത്ഥിക്കുമ്പോൾ കാണണം. അടുത്തയാള് ചെക്ക് ചെയ്തേ. ഒന്ന് നോക്കിക്കേ. പറഞ്ഞു സിസ്റ്ററെ. ഞാന് എന്റെ അമ്മ മീറ്റിങ്ങിന് കയറുന്നുണ്ടായിരുന്നേ. അമ്മ എന്നോട് അന്നേരം പറഞ്ഞു, എനിക്ക് ഒരാഴ്ചയായിട്ട് സിവിയർ ബാക്ക് പെയിൻ ആയിരുന്നു, ജോലിക്കൊന്നും പോകാത്ത രീതിയിലുള്ള വേദനയായിരുന്നു. അന്നേരം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മച്ചി രോഗം നമ്മൾ ചിലപ്പോൾ ആശുപത്രി പോയി മാറ്റണം, ദൈവം മാറ്റുകയും ചെയ്യും, എന്നാലും ചില രോഗങ്ങൾ ആശുപത്രി പോയി തന്നെ മാറ്റുന്നതുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു. അന്നേരം ഇന്ന് അമ്മ എന്നോട് പറഞ്ഞു, നീ എന്താ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ഒന്ന് ഇപ്പം മീറ്റിംഗ് തുടങ്ങും, ഒന്ന് കയറി പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്നോട്. അന്നേരത്തേക്ക് ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ച എൻ്റെ മനസ്സിൽ ഇത് വരുന്നതിന് മുമ്പേ ഞാൻ ഇന്നൊരു സാക്ഷ്യമാകും, ഞാനും സാക്ഷ്യം, വേദന മാറിയാലും മാറിയില്ലെങ്കിലും ഞാനൊരു സാക്ഷ്യം പറയും എന്നും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ കയറിയത് ഈ മീറ്റിങ്ങിൻ്റെ അകത്ത്. എനിക്ക് ഇപ്പൊ ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്കൊരു പൂർണ്ണ സൗഖ്യം എന്റെ ദൈവം എനിക്ക് തന്നു. ഇപ്പൊ ഒട്ടും വേദനയില്ല? ഇല്ല. ഓ, കണ്ടോ, ഇന്ന് ഞാൻ ആ ഹന്ന എന്ന് പറയുന്ന അമ്മയ്ക്കായി സ്തുതിക്കുന്നു. കണ്ടോ, ഞാൻ ഹന്ന എന്ന് പറയാൻ കാരണം അമ്മച്ചി എന്ത് ചെയ്ത് പറഞ്ഞു, മോളുടെ മനസ്സിൽ പിശാച് ഒരു ചിന്ത കൊണ്ടുവന്നിട്ട് എല്ലാ രോഗങ്ങളും യേശു സൗഖ്യമാക്കത്തില്ല, ചില രോഗങ്ങൾ എന്ത് ചെയ്ത് ഹോസ്പിറ്റലിൽ പോയാലും, ഞാൻ ഹോസ്പിറ്റലിൽ തെറ്റായിട്ട് പറയല്ലോ കേട്ടോ, തെറ്റിദ്ധരിക്കരുത്, മനസ്സിന്റെ അകത്തൊരു കോട്ടയിട്ടു. അതുകൊണ്ട് സൗകര്യം എന്ത് ചെയ്തില്ല, വേദന മാറുന്നില്ല. പക്ഷെ അമ്മ പറഞ്ഞു, ഇല്ല, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് ഇത് പറയുമ്പോൾ തന്നെ സിസ്റ്റർക്ക് വേദന ഉണ്ടായിരുന്നു, സിവിയർ പെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ സിസ്റ്റർ ഇപ്പോൾ പറയുവാണ്, ഇന്ന് കേട്ടപ്പം കോട്ടകൾ ഇടിഞ്ഞു, ആ മനസ്സിൽ കിടന്ന കോട്ട ഇടിഞ്ഞു. ഇപ്പൊ സിസ്റ്ററെ ഒട്ടും വേദനയില്ല, പൂർണ്ണ സൗഖ്യമായെന്ന് ഇപ്പൊ നമ്മൾ കേട്ടു. നന്ദി യേശു. ഇപ്പൊ സിസ്റ്റർ ഒട്ടും ഫീൽ ചെയ്യുന്നില്ല വേദന? ഇല്ല. ഓ, എന്റെ യേശുവെ അങ്ങ് അത്ഭുതത്തിന് നന്ദി. സിവിയർ പെയിൻ ആണെന്ന് പറഞ്ഞ ആളാ, ഇപ്പൊ ഒട്ടും വേദനയില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്തേ. ബ്രദറെ, എന്റെ മോളായിരുന്നു അത്. ഞാൻ മോളോട് എന്നും പറയും, നീ കേറ് പ്രാർത്ഥനയ്ക്ക് കേറെന്ന് പറയുമ്പോ അവള് പറയുവേ, ഓ ഞാൻ കേറാന്ന് പറഞ്ഞിട്ട് അവൾക്ക് മടിയായിരുന്നു കേറാന്. കുറെ ദിവസമായിട്ട് നടുവേദനയായിട്ട് ആശുപത്രി പോയി പൈസ എല്ലാം കൊടുത്തു. ഞാൻ പറഞ്ഞു, മോളെ നീ കേറണേന്ന് പറഞ്ഞു. അന്നേരം അവിടെ ബേക്കറി ചെന്നപ്പോ ഒരു ബ്രദർ വന്ന് പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞു, ഈ രോഗം ഉള്ളതാ, അത് അല്ല. ഞാൻ പറഞ്ഞു, പിശാച് കൊണ്ടുവന്ന ഈ രോഗം എന്ന് പറഞ്ഞ ദൈവം, നമ്മുടെ ദൈവം അത്. ആരാ പറഞ്ഞത് രോഗം പിശാച് കൊണ്ടുവന്നാന്ന്? ആരാ മാറത്തില്ലെന്ന് പറഞ്ഞത്? അത് അവിടെ ഒരു ബേക്കറിയിൽ ഒരു ബ്രദർ വന്നപ്പോ പറഞ്ഞതാ, കൊട്ടാരക്കരയുള്ള ഒരു ബ്രദർ അവിടെ വന്നപ്പോ പറഞ്ഞതായിരുന്നു. അവിടെ ചർച്ചിൽ ചെന്നപ്പോ പറഞ്ഞതാ. ബ്രദറിന്റെ പേരൊന്നും പറയരുതേ. ഇല്ല. അപ്പൊ ബ്രദർ എന്നാ പറഞ്ഞു, രോഗം മാറത്തില്ലെന്ന് പറഞ്ഞോ?
രോഗം ആശുപത്രി കൊണ്ട് അസുഖം ആശുപത്രി തന്നെ പോയാലേ അത് മാറത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ കണ്ടോ പറഞ്ഞില്ല, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ ഇതാണ് ബ്രദറിന്റെ മീറ്റിംഗ് നീ കേറാൻ പറഞ്ഞു, അന്നേരം നിനക്ക് കുറയുമെന്ന് ഞാൻ പറഞ്ഞു. കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത്. എൽക്കാനമാര് നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ അതുകൊണ്ട് ബ്രദറിന്റെ ഒന്നും പേര് പറഞ്ഞേക്കല്ലേ, നമ്മൾ ഒരിക്കലും ആളെ വ്യക്തിപരമായിട്ട് ഹട്ട് ചെയ്യരുത്. അപ്പൊ ആ ബ്രദർ വന്നിട്ട് പറഞ്ഞു ഈ രോഗം മാറത്തില്ല, ഹോസ്പിറ്റലിൽ പോലെ മാറത്തില്ലെന്ന്. ബ്രദർ എന്ത് ചെയ്തു? ഇതാണ് എൽക്കാനമാര് നമ്മുടെ ഇടയിലുണ്ട്. എൽക്കാനമാര് നമുക്ക് വേണ്ടത് ഏലിയെപ്പോലുള്ള പുരോഹിതന്മാരെയാണ്. ഏലി പ്രവചിച്ചില്ല, ദൈവം നിന്റെ ആഗ്രഹത്തെ തരും. കണ്ടോ, ഇന്ന് നമ്മൾ കേട്ടതുപോലെ സിവിയർ പെയിൻ എന്ന് പറഞ്ഞതാണ്. മനസ്സിന്റെ അകത്ത് പറഞ്ഞു ഇത് മാറത്തില്ല, പക്ഷെ യേശു സൗഖ്യമാക്കണ്ടേ. പ്രിയരെ, യേശു വഹിച്ചതാണ്. ആ യേശുവിന്റെ നടുവേ നിങ്ങളുടെ വേദന ഉണ്ടെന്നേ. നിങ്ങളിപ്പം നടുവേദന നടക്കാതിരിക്കുന്നത് പോലെ യേശു ബൈബിൾ പറഞ്ഞു രോഗം ശീലിച്ചവനായി. ഇപ്പൊ മനസ്സിലായോ അതിന്റെ അർത്ഥം? ഗോഡ് ബ്ലസ് യു. അടുത്തയാൾ ചെക്ക് ചെയ്ത് വേഗത്തിൽ ചെക്ക് ചെയ്ത് അടുത്തയാൾ ചെക്ക് ചെയ്ത വേദന ഉള്ളിടത്തുനിന്ന് പിടിച്ചു നോക്കിക്കേ. യേശു എടുത്തോണ്ട് പോയെന്നേ അത്. ഒന്ന് ചെക്ക് ചെയ്ത കൈ ഒന്ന് തിരിച്ചു നോക്കിക്കേ, കൈ ഒന്ന് ഉയർത്തി നോക്കിക്കേ, വേദന ഉള്ള ഭാഗത്ത് തടവി നോക്കിക്കേ, ആ മുഴയൊന്ന് തപ്പിക്കേ, അത് അവിടെ ഇല്ലെന്നേ. ഒന്ന് ചെക്ക് ചെയ്തേ പ്രിയരെ. പറഞ്ഞു. പിന്നെ എനിക്ക് ഒരു മാസത്തിലധികമായി തലവേദന ഉണ്ടായിരുന്നേ. ഇതേപോലെ പ്രാർത്ഥിക്കുവാൻ ബ്രദർ പറഞ്ഞ് വേദനയുള്ള സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനത് കൈ പ്രാർത്ഥിച്ചു. ഇന്നേക്ക് 3-4 ദിവസമായി തലവേദന ഇല്ല. ഓ യേശു, 1 മാസമായിട്ട് അസഹ്യമായ വേദന, തലവേദന. പക്ഷെ ഇന്ന് കൽപ്പിച്ചു, ഇപ്പൊ ഒട്ടുമില്ല വേദന. വേദന 4 ദിവസമായി ഇന്നേക്ക്. കർത്താവേ, അങ്ങ് തൊട്ട കൃപയ്ക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്തയാള് ചെക്ക് ചെയ്തേ. പറഞ്ഞു സിസ്റ്ററെ. ആ ഹെഡ്സെറ്റ് ഒന്ന് മാറിയിട്ട് പറയാവോ? ഓളിയും കിട്ടുന്നില്ല. പറഞ്ഞു. ഇപ്പൊ പറയാൻ വന്ന സഹോദരി ഓളിയം ക്ലിയർ അല്ലായിരുന്നു. ഓക്കെ, അടുത്ത ആള് പറഞ്ഞു. പറയാൻ വേണ്ടിയുള്ളവരാണ് മ്യൂട്ട് മാറ്റിയേക്കുന്നത്. പറഞ്ഞു. എനിക്ക് ഒരാഴ്ച കൊണ്ട് പല്ലുവേദനയായിട്ട് വളരെ പ്രയാസത്തിലായിരുന്നു. ദിവസത്തിൽ 2 നേരം 3 നേരം പല്ലുവേദനയുടെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇന്ന് രാവിലെ മെഡിസിൻ എടുത്തു. ഇപ്പൊ രാത്രിക്ക് പ്രയർ കഴിഞ്ഞതിന് ശേഷം മെഡിസിൻ എടുക്കണം എന്ന് ഓർത്തു. പക്ഷെ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ എന്റെ ഇടതുവശത്ത് ഭയങ്കര കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അത് ആ സൈഡ് മുഴുവൻ എന്ത് പറയണ ഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറുകി അങ്ങ് വേദന കൊണ്ട് അനങ്ങാൻ പറ്റത്തില്ല, കണ്ണ് തുറക്കാൻ പറ്റാത്ത അതുപോലത്തെ വേദനയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ആ പ്രാർത്ഥനയുടെ സമയത്ത് ഇടത്ത് വശത്ത് എനിക്ക് വേദനയുള്ള പല്ലുവേദനയുടെ ആ സൈഡിൽ കവിളിൽ കൈ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കിപ്പോ സ്വിച്ച് ഇട്ട പോലെ ആ വേദന മാറി. ഒരു അസ്വസ്ഥതയുമില്ല, ഒരു പ്രയാസമില്ല. വളരെ ഒരു റിലീസായ ഒരു ഇതിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. എനിക്ക് പൂർണ്ണ സൗഖ്യം. നന്ദി കർത്താവേ. പ്രിയ സഹോദരി പറഞ്ഞു 3 നേരം വേദന കൊണ്ട്, നമുക്കറിയാം പല്ലുവേദന വന്നവർക്ക് അറിയാൻ പറ്റും. 3 നേരം വേദന കൊണ്ട് മരുന്ന് കഴിക്കുമായിരുന്നു, ഉച്ചയ്ക്കും കഴിച്ചു. ഇപ്പോഴും വേദന ഉണ്ടായിരുന്നു. കണ്ണ് അടയ്ക്കുമ്പോൾ തുറക്കാൻ പോലും ആ വശം മുഴുവൻ വേദനയായിരുന്നു. ഇന്ന് ഈ സമയത്ത് രോഗസൗഖ്യ സമയത്ത് കർത്താവ് വഹിച്ചത് വിശ്വാസാൽ കാണാൻ തുടങ്ങിയപ്പോൾ എന്നാ സംഭവിച്ചെന്നറിയാവോ? സ്വിച്ച് ഇട്ടതുപോലെ വേദന. പറയണം, എനിക്ക് പുതിയ പല്ലുകൾ ഉണ്ടായി വരും. കേടാവല്ല, നമുക്ക് പല്ലും കണ്ണും മൂക്കും എല്ലാം നിങ്ങൾ കൽപ്പിച്ചോണം. നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതുക്കം പ്രാപിച്ചു വരും. എല്ലാ ദിവസവും ഈ ഹോസ്പിറ്റലിൽ പോയി നടക്കാൻ നമുക്ക് വല്ല സമയമുണ്ടോ പ്രിയരെ? ജീവിക്കാൻ തന്നെ സമയമില്ല. പറയണം, കർത്താവേ, ഞാൻ ഹോസ്പിറ്റലിൽ പോകും, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു പറയണം. ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. അടുത്തയാള് ചെക്ക് ചെയ്തേ. ബ്രദറെ, ഒരു സാക്ഷ്യം പറഞ്ഞോട്ടെ? ധൈര്യമായിട്ട് പറഞ്ഞു. ബ്രദറെ, ഇന്നലെ രാവിലെ എഴുന്നേറ്റ് ഞാൻ മുറ്റം തൂക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് നടുവേദന പറഞ്ഞാൽ എനിക്ക് ഒട്ടും തൂക്കാൻ വയ്യ. അപ്പൊ ഞാനിങ്ങനെ, എന്റെ ശരീരം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു, എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ശരീരം, ആ ശരീരത്തിന് അവകാശമില്ല. എന്റെ നടുവേദന മാറിയതിനായി നന്ദിയോട് സ്തോത്രം പറഞ്ഞ് ഞാൻ മുറ്റം തൂക്കം മാത്രമല്ല, ഇന്നലെ കുടുംബ പ്രാർത്ഥനയായിരുന്നു. 12 മണിക്ക് വീട്ടിലുള്ള സർവ്വ ജോലിയും ചെയ്തു. ഈ നിമിഷം വരെ എനിക്ക് പിന്നെ നടുവേദന വന്നിട്ടില്ല. കണ്ടോ, പറഞ്ഞു. ഇത് എന്റെ ശരീരമല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ ശരീരമാണ്. പരിശുദ്ധാത്മാവിന്റെ ശരീരത്തിൽ രോഗത്തിന് അവകാശമില്ല എന്ന് കൽപ്പിക്കാൻ വേണ്ടി തുടങ്ങി. നടുവേദന കൊണ്ട് മുറ്റടിക്കാൻ പോലും പറ്റാത്ത ആളായിരുന്നു. കൽപ്പിച്ചു, ഈ ശരീരം ദൈവത്തിന്റെ ശരീരമാണ്, രോഗത്തിനിരിക്കാൻ കഴിയത്തില്ല, ഇറക്കി വിട്ടതിന്. എന്നെ സൗകര്യം പറഞ്ഞ് വീട്ടിലെ മൊത്തം പണി ചെയ്ത് ഒരു തരി പോലും വേദനയില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, കർത്താവിന്റെ അത്ഭുതകരമായ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ ബ്രദർ. എന്തോ?
എന്റെ മരുമോക്ക് തൊണ്ട വേദനയായിരുന്നു ശനിയാഴ്ച. അപ്പൊ ഞാന് ഇങ്ങനെ തൊട്ട് പ്രാർത്ഥിച്ചു, യേശുക്രിസ്തുവിന്റെ തിരുമുറിവിനാ സൗഖ്യം, മോളും പ്രാർത്ഥിച്ചോളണം, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവം സുഖം തരും, യേശു അത്ഭുതം പ്രവർത്തിക്കും എന്ന് പറഞ്ഞ്. അമ്മ എനിക്ക് തൊണ്ട കിച്ചിരിക്കണം, സംസാരിക്കാനൊക്കെ ഒരു അസ്വസ്ഥത എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തൊട്ടിങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവിനോട്, യേശുപ്പ സൗഖ്യം കൊടുക്കണേന്ന്. യേശുപ്പ തിരുമുറിവിനാ സൗഖ്യം കൊടുത്തു ബ്രദർ. അതുപോലെ തന്നെ ബ്രദർ അന്ന് ഡെലിവറൻസ് മീറ്റിങ്ങിൽ പറഞ്ഞ ഒരു അതിശയം, അവരുടെ വീട്ടിൽ ഇന്നലെ ട്രിവാൻഡ്രത്ത് പോയപ്പോ അവരുടെ അലമാരയിൽ ഇങ്ങനെ ഈ ഫയലൊക്കെ, ഞാൻ കണ്ടില്ല, മരുമകളാണ് എൻ്റെ കൂടെ പറഞ്ഞ്, ഫയൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതിൻ്റെ അലമാരയുടെ അകത്ത് എന്തോ ഫയലിൻ്റെ ഇടയിൽ അവരുടെ ചാവി വെച്ചിട്ടുണ്ട്. അതെല്ലാം അമ്മ ഇത് ഇവിടെ സംഭവിച്ചു എന്ന് മരുമോടെ അമ്മയും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ ഒരുപോലുള്ള കാര്യങ്ങൾ വേറെയും വീടുകളിലുണ്ട്, വേറെ ഒരാൾ സാക്ഷി പറഞ്ഞു എന്ന് പറഞ്ഞു. അതുപോലെ എനിക്ക് തൊണ്ടവേദനയുടെ പ്രയാസത്താൽ വളരെ ധ്യാനം വേദന ഉണ്ടായിരുന്നു. എന്റെ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു ബ്രദർ. ഇപ്പൊ നല്ല സൗഖ്യം. നന്ദി കർത്താവ്. നിങ്ങൾ 2 സൗഖ്യങ്ങളാണ് കേട്ടത്. ഇന്ന് തൊണ്ടയിലെ ബുദ്ധിമുട്ട് കൊണ്ട് കൈവച്ച് പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ 2 പേർക്കും ആ സൗഖ്യം ലഭിച്ചത് മാത്രമല്ല, ദൈവം തുറന്നൊരു ആലോചന ആ കുടുംബത്തിൽ, അതിന്റെ അടയാളം വെളിപ്പെട്ടു. ആ ആമേൻ പറഞ്ഞ ദൂത് സ്വീകരിച്ചോണം. ആ പ്രവചനത്തിന്റെ അകത്തെ അനുഗ്രഹത്തെയും കർത്താവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണം. അടുത്തയാള് ഒന്ന് സാക്ഷ്യത്തിന് വേണ്ടി റെഡി ആയിക്കോണം. അതിനു മുമ്പായിട്ട് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ബിന്ദു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും. നവംബർ മാസത്തിൽ ജനിച്ച ആൺ തലമുറയുള്ള ബിന്ദുവിന്റെ ഭവനം നവംബർ മാസത്തിൽ ജനിച്ച ആൺ തലമുറയുള്ള ബിന്ദുവിന്റെ ഭവനം. ഇന്ന് ആ കുടുംബം എവിടെയാണോ, സൂമിലോ ലൈവിലോ ഏത് കോണിലിരുന്നുകൊണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്, ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ തലമുറയ്ക്ക് വേണ്ടി ഇപ്പോൾ തന്നെ സ്വീകരിച്ചോണേ. കർത്താവിന്റെ അത്ഭുത കരം ഇന്ന് വെളിപ്പെടാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ ആലോചന റിലീസ് ചെയ്യുന്നു. കർത്താവിന്റെ അത്ഭുത കരം ഇന്ന് ആ ബിന്ദുവിന്റെ തലമുറയുടെ മേൽ വെളിപ്പെടുന്നു. യേശു ആ ബിന്ദുവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി എവിടെ ഇരുന്നുകൊണ്ടാണ് കേൾക്കുന്നത്, മ്യൂട്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് കുടുംബത്തിന്റെ അകത്തുള്ളതെങ്കിൽ ഇപ്പൊ തന്നെ മ്യൂട്ട് മാറ്റി ആമേൻ പറഞ്ഞോണം. ഇല്ലെങ്കിൽ ആ ദൂത് പിടിച്ച് യേശുവിന്റെ നാമത്തിൽ ദിവസങ്ങളിൽ സാക്ഷ്യം ഞാൻ കാണാൻ വേണ്ടി പോവാന്ന് പറഞ്ഞുകൊണ്ട് കൽപ്പിച്ചോണം. കർത്താവ് അത് ചെയ്യാൻ വേണ്ടി പോവാ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു കുടുംബം കാണിക്കുന്നു. ഞാൻ ഈ കുടുംബത്തിന്റെ അകത്തൊരു കാഴ്ച എന്നെ കാണിക്കുന്നത് രുക്മിണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടുംബമാണ്. പറഞ്ഞു സിസ്റ്ററെ. നവംബർ മാസത്തില് എന്റെ മോളാണ് ജനിച്ചത്. എന്റെ പേര് ബിന്ദു എന്നാണ്. സിസ്റ്റർ മോനെയാണ് കാണുന്നത്, മോനുമായിട്ട് ബന്ധപ്പെട്ട കേട്ടോ. ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് കർത്താവിന്റെ അത്ഭുത കരം, ഇന്ന് രുക്മിണി എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ കുടുംബത്തിന്റെ അകത്ത് ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഈ ഒരു മാല, അതിങ്ങനെ ഒരു ചിത്രത്തിന്റെ മുമ്പിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുവാണ്. ആ ഫോട്ടോയുടെ അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു ചിത്രം ഉള്ള ഒരു വീടാണ് ഞാൻ കാണുന്നത്. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി എൻ്റെ ഒരു അടയാളം കർത്താവ് എന്നെ കാണിച്ചതാണ്. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിലൊരു നിയോഗം കർത്താവ് പറയുന്നു. അത് ഏത് ഭവനവുമായിട്ട് ബന്ധപ്പെട്ടതാണോ, പ്രത്യേകിച്ച് ആ തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോയിൽ ഇരിക്കുന്ന വ്യക്തിയുടെ സമയത്ത് ആ വ്യക്തി മാറ്റപ്പെട്ടു പോയി. ആ ഒരു വ്യക്തിയുടെ സമയത്ത് അവർക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷെ ആ സ്ഥലം ഇപ്പൊ നിങ്ങളത് വിറ്റുപോയി. ആ സ്ഥലം അവിടെ നിന്ന് വിറ്റുപോയി. പക്ഷെ വിറ്റുപോയെങ്കിലും ആ സ്ഥലം നിമിത്തം ആ കുടുംബത്തിന്റെ അകത്തുള്ള വ്യക്തികൾക്കകത്ത്, അവരുടെ ജീവിതത്തിന്റെ അകത്ത് ഒത്തിരി പ്രയാസത്തിലൂടെ കടന്നുകൊണ്ട് ആ വസ്തു സംബന്ധമായ ഒരു ഇഷ്യൂ ആ കുടുംബത്തിന്റെ അകത്ത് മുഴുവൻ അലട്ടുന്നത്. ഇന്ന് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഈ രുക്മിണി എന്ന് പറഞ്ഞ വ്യക്തിയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കുടുംബം ഏതാണോ, വേഗത്തിൽ ഈ ആലോചനക്കകത്തിരിക്കുന്ന ഡെലിവറൻസിനെ സ്വീകരിച്ചോണം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇതിൻ്റെ അകത്തൊരു വിടുതലുണ്ട് ആ ഭവനത്തിന്. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിന് വേണ്ടി സ്വീകരിച്ചോണേ. നന്മ കർത്താവ് കാണിക്കാൻ വേണ്ടി പോവാം. എൻ്റെ യേശുവേ, അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾ റിലീസ് ചെയ്യുന്നപ്പാ. ദൈവത്തിൻ്റെ അത്ഭുത കരം ഞാൻ ഈ പ്രാർത്ഥനയിലൂടെ റിലീസ് ചെയ്യുന്നപ്പാ. എൻ്റെ യേശുവേ, അങ്ങ് കൃപ കൊണ്ട് ആ കുടുംബത്തെ നിറയ്ക്കുന്നല്ലോ, അത്ഭുതങ്ങളാൽ ദൈവം നിറയ്ക്കുന്നല്ലോ. ഫാദർ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അടയാളം ഉള്ള ഭവനം ഏതാണോ, ഇന്നത് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണം.
നന്മ കൊണ്ട് സ്വർഗം നിറയ്ക്കാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അതുപോലെ തന്നെ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ഈ ബേബി എന്ന് പറയുന്ന ഒരു പിതാവിന്റെ ഭവനം കർത്താവ് എന്നെ കാണിക്കുക. ഈ ബേബി എന്ന് പറയുന്ന പിതാവിന്റെ ഭവനത്തിൽ ഞാനൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ വീടിന്റെ അകത്ത് ഒരു അടയാളമായിട്ട് കാണുന്ന ഒരു കാഴ്ച, ഈ കയറി വരുന്ന മുറിയിൽ തന്നെ ഈ ടിവിയോട് ചേർന്ന് റൈറ്റ് സൈഡിൽ തന്നെ ഒരു ബ്ലൂ കളറിലെ കസേര കിടക്കുന്ന ഒരു വീടാണ് ഞാൻ കാണുന്നത്. ബ്ലൂ കളറിലെ കസേര കിടക്കുന്ന ഒരു വീട് ഞാൻ കാണുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഈ അടയാളം ഉള്ള ഭവനം ഏതാണോ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാം. ഓ ലോർഡ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ആ കുടുംബത്തിന്റെ അകത്ത് നന്മ കയറാൻ വേണ്ടി പോവാം. നിങ്ങൾ ഈ ദിവസങ്ങളിൽ സ്ട്രഗിൾ ചെയ്ത് പോയ വിഷയങ്ങൾ കർത്താവ് അതിൻ്റെ മേൽ സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാ. ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷികളാക്കി കർത്താവ് മാറ്റാൻ വേണ്ടി പോവാ. നന്ദി പിതാവേ, നന്ദി പരിശുദ്ധാത്മാവേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് അതിനെ സ്വീകരിച്ചോണേ. കർത്താവിന്റെ നാമത്തിൽ പറയാൻ വേണ്ടിയാണ് സിസ്റ്ററെ. അതെ ബ്രദർ, എന്റെ ഫാദറിന്റെ പേര് ബേബി എന്നാണ്. ഫ്രണ്ട് റൂമിൽ തന്നെ നീല ബ്ലൂ സെറ്റിയാണ് കിടക്കുന്നത്. ടി വി ഉള്ള സ്ഥലം തന്നെയാണ് സിസ്റ്ററെ. അതെ, ഫ്രണ്ട് ടി വി, അതിന്റെ അടുത്ത് കിടക്കുന്ന സെറ്റി എല്ലാം ബ്ലൂ ആണ്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ കരം എന്ന് വെളിപ്പെടുക കേട്ടോ. കുരുക്കുകൾ ഇന്ന് അഴിയും. കർത്താവിന്റെ ദിവ്യ സമാധാനം ഈ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് ആ ആലോചനയുടെ വിടുതലിനെ സ്വീകരിച്ച് ലോർഡ് ജീസസ്, ലോർഡ് ജീസസ്, യേശുവിന് അധികാരമുള്ള നാമം. ഈ സമയത്ത് രോഗികളായിരിക്കുന്നവരെ ഞാൻ നിർത്തിയതല്ല, സാക്ഷ്യം കൽപ്പിച്ചുകൊണ്ടിരുന്നതാണ്. ഇതിന് ശേഷം ഞാൻ ചോദിക്കും, ആ വേദനകൾ ശരീരത്തിൽ നിന്ന് ഇപ്പൊ ഇറങ്ങി ഓടാൻ നിൽക്കുക. ഒന്ന് വിശ്വാസ കണ്ണുകൊണ്ട് കണ്ട് യേശുവിന്റെ കയ്യിൽ ഇപ്പൊ ആ വേദന കയറിപ്പോയി. നിങ്ങളുടെ കരത്തിലേക്ക് യേശുവിന്റെ സൗഖ്യത്തെ വന്നിരിക്കുന്നു. കണ്ടേ യേശുവിന്റെ നാമത്തിൽ കണ്ടേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനൊരു വീട് കർത്താവ് എന്നെ കാണിക്കുക. ആ വീടിന്റെ അകത്ത് ഞാൻ 3 സഹോദരിമാരെ കാണുക. ആ 3 സഹോദരിമാരിൽ 2 പേരുടെ പേര് കർത്താവ് എന്നെ വെളിപ്പെടുത്തുക. 3 പേരുണ്ട്. 3 സഹോദരങ്ങൾക്കകത്ത് 2 പേരുടെ പേര് ഞാൻ കാണുവാണ്. ഒന്ന് സിന്ധു, 2 ബിന്ദു. 3 സഹോദരങ്ങളിൽ 2 പേരുടെ പേരാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ 2 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തിങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലം ഞാൻ കാണുക. ഈ വീടുമായി ബന്ധപ്പെട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് എൻ്റെ ഉള്ളത്തിലേക്ക് ഒരു വാക്കിങ്ങനെ പറയുക. ശൂന്യമായി കിടക്കുന്ന അവസ്ഥകളെ കർത്താവ് പണിതെടുക്കാൻ വേണ്ടി പോവാം. ശൂന്യമാക്കി കിടക്കുന്ന എല്ലാ അവസ്ഥകളെയും ദൈവം സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായി ഞാൻ സ്തുതിക്കുന്നപ്പ. ഈ നിമിഷം തന്നെ ഈ സിന്ധു ബിന്ദു സഹോദരിമാരുള്ള ഭവനം ഏതാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട കുടുംബം സ്വീകരിച്ചുകൊണ്ട് 2 പേരുടെ മേലും വിടുതൽ സംഭവിക്കാൻ വേണ്ടി പോവാ. ഇന്ന് ലോക്കായി കിടക്കുന്നതിനെ അൺലോക്ക് ചെയ്യുക. ഫാദർ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, എൻ്റെ യേശുവേ, ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവേ, ഇന്ന് ആമേൻ പറഞ്ഞ കുടുംബം സ്വീകരിച്ചോണേ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ ദൈവം ചെയ്യുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ കുടുംബത്തിന്റെ മേൽ സമാധാനത്തെ തമ്പുരാൻ കൊണ്ടുവരുന്നു. നന്ദി യേശുവേ. ഏറ്റെടുത്തോണേ. അതിന് ഡെലിവറൻസുകളെ 2 പേരുടെ മേലും കാണാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ലോർഡ് ജീസസ്. ഇന്ന് പറയാനുള്ളവരാണെങ്കിൽ നിങ്ങൾ അവർ മാത്രം, സൂമിലുള്ളവരാണെങ്കിൽ മൈക്ക് മ്യൂട്ട് മാറ്റുക, അല്ലാത്തവരെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണവേ. ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് പറയുന്നു, പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഇന്ന് ബ്രദർ എടുത്ത ആ വചനം മുഴുവൻ എനിക്ക് തന്നെയായിരുന്നു. ഹന്നയുടെ ഹൃദയത്തിലെ ദുഃഖത്തിന്റെ കാര്യം പറഞ്ഞത്. എന്ന് ഒരു 3 ദിവസം കൊണ്ട് എനിക്ക് തന്നെ അറിയത്തില്ല, ഉറക്കത്തിൽ തുടങ്ങിയ ഒരു ടെൻഷനാണ്. അറിയാതിരുന്ന് കരഞ്ഞു പോകുന്നു. എന്താണ് സങ്കടമെന്ന് വെച്ചാൽ എനിക്ക് തന്നെ പറയാൻ പറ്റാത്തൊരു രീതിയായിരുന്നു. ഞാനിന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇരുന്ന് ചിന്തിച്ചായിരുന്നു. ഞാൻ ഇന്ന് വിചാരിച്ചു
ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് സിസ്റ്റർ ഒന്ന് വിളിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ഒക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്കാണ് ഈ മെസ്സേജ് മൊത്തം കേട്ടോണ്ട് വന്നത്. ഇത് കേട്ടപ്പോഴത്തേനും മനസ്സിനകത്ത് ആ ഹൃദയത്തിനകത്തുള്ള ആ ഒരു ഭാരം ഒഴിഞ്ഞു പോകുന്ന എനിക്ക് ആ ഒരു അത് സിസ്റ്ററെ കോട്ടകളായിരുന്നു, പിശാചിന്റെ കോട്ടകളാണ് ഇപ്പൊ ഇടിഞ്ഞു പോയത്. കർത്താവ് തന്ന വലിയ സമാധാനത്തിനായി നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. അതോടൊപ്പം നേരത്തെ ഞാൻ പറയാൻ വന്നത്, ഞാൻ ഇതുപോലത്തെ 2-3 ദിവസമായിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു മോന്റെ കാര്യത്തില്. വിഷമമൊന്നും മാറിയിട്ടില്ല. പക്ഷെ ഇന്നാണ് ഞാൻ ആ വുമൻസ് മീറ്റിൽ കയറാറുള്ള ആളാ. പക്ഷെ ഇന്നലെ എനിക്ക് കയറാൻ പറ്റിയില്ല, മിനിഞ്ഞാന്ന്. അതുകൊണ്ട് ഇന്നാണ് കേട്ടത്. അപ്പൊ എനിക്ക് ഇന്ന് ആ വചനം കേട്ടപ്പോ ഭയങ്കര ഒരു മനസ്സിനൊരു സമാധാനം, ഒരു ധൈര്യവും. പിന്നെ ഞാൻ അങ്ങ് ശ്വാസിച്ച് ഇങ്ങനെ സിസ്റ്റർ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ വലിയൊരു വിടുതല. എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു കേട്ടോ. നന്ദി കർത്താവേ, അങ്ങ് കൊടുത്ത വലിയ സമാധാനത്തിനായി നന്ദി പറയുന്നു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ ഈ പൊന്നമ്മ എന്ന് പറയുന്ന ഒരു മാതാവിന്റെ തലമുറ, പെൺ തലമുറയെ ഞാൻ കാണുക. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ കാണുക. ഇന്ന് ഈ മാതാവിനെയും ഈ തലമുറയിനെയും ഒരുമിച്ച് ഇന്ന് കർത്താവിന്റെ സ്പർശനം വെളിപ്പെടുക. ഇന്ന് ആ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ സമാധാനത്തെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാ. ഓ യേശുവേ, എന്റെ കർത്താവേ, ഞങ്ങളിപ്പോൾ ഇന്ന് കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പാ, കർത്താവെ അങ്ങ് തൊടുന്നല്ലോ, അങ്ങ് ആ ഭവനത്തെ അങ്ങ് വിടിവിക്കുന്നല്ലോ, അങ്ങ് ആ ഭവനത്തിന്റെ ചരിത്രത്തെ തമ്പുരാൻ മാറ്റുന്നല്ലോ. ഇന്ന് ഏതാണോ പറഞ്ഞു സിസ്റ്ററെ. സ്തോത്രം ബ്രദറെ. എന്റെ കൂട്ടുകാരിയുടെ അമ്മായിമ്മയാണ് പൊന്നമ്മ. അവർക്കൊരു മകളുണ്ട്. ആ മകള് മാനസികമായിട്ട് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥ വന്നിട്ട് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇന്ന് ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏറ്റെടുത്തോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തി എന്ന് അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാണേ. ജീസസ് ക്രൈസ്റ്റ്. ഞാൻ അതോടൊപ്പം തന്നെ ഒരു ഭവനത്തിൽ, നിങ്ങൾ ഈ ഒച്ച വെച്ച് ഇങ്ങനെ വലിയ സൗണ്ട് വരുത്താതെ, ഞാൻ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഭവനത്തിന്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച, കയറി വരുമ്പോ തന്നെ ഹോള് കഴിഞ്ഞൊരു മുറി കാണുവാണ്. 2 വളകൾ ഇങ്ങനെ ഊരി വെച്ച് മേശപ്പുറം ഞാൻ കാണുക. ഈ 2 വള ഊരി മേശപ്പുറത്ത് വെച്ചിരിക്കുക. ഞാൻ അവിടെ ഒരു ബ്ലൂ കളറിൽ എന്തോ ഒരു വസ്ത്രം പോലത്തെ ഒരു സംഭവം ആ മുറിക്കകത്ത് കാണുക. എനിക്കൊരു റിഫ്ലക്ഷൻ പോലെ അത് വന്നുകൊണ്ടിരിക്കുക. ഈ വള ഇങ്ങനെ ഊരി ടേബിളെ വെച്ചിരിക്കുക. ഞാൻ ആ വീട് കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അതിൻ്റെ അകത്ത് വേണ്ടി പ്രാർത്ഥിക്കുമ്പം എൻ്റെ ഉള്ളത്തിൽ ഈ നമ്മുടെ ഷാ കുട്ടി ഒരു അക്ഷരത്തിന്റെ പ്രൊനൗൺസിയേഷൻ, ആ പേരിന്റെ അകത്ത് ഈ ഷാ വരുന്ന അതാ ഞാൻ കേൾക്കുന്നുള്ളൂ. എനിക്ക് അത്രേ കാണാൻ പറ്റുന്നുള്ളൂ. പേരിന്റെ അകത്ത് ഇങ്ങനെ ഷാ എന്ന് പറയുന്ന അക്ഷരം ഒരാളെ വിളിക്കുക. അതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞ നിഷയെന്നൊക്കെ വിളിക്കുന്ന പോലെ, അങ്ങനെ വിളിക്കുന്ന പോലെ ഒരു ശബ്ദം ഞാൻ കേൾക്കുക. ഞാൻ ആ വ്യക്തിയായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞ ആദ്യ ദുഃഖങ്ങൾ കുടുംബത്തിൽ നിന്ന് മാറാൻ വേണ്ടി പോവാം. ഇന്ന് ഈ അടയാളം വെച്ചിരിക്കുന്ന ഭവനം ഏതാണോ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ സംഭവിക്കാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഏത് വീട്ടിലാണോ ഇരിക്കുന്നത്, ഏത് വീട്ടിലാണോ അത് വെച്ചിരിക്കുന്നത്, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ കരം എന്ന് വെളിപ്പെടുക. കർത്താവിൻ്റെ കരം എന്ന് വെളിപ്പെടുക. ആദ്യ ദുഃഖങ്ങൾ ഇറങ്ങിപ്പോകുക. ദിവ്യ സമാധാനം ആ കുടുംബത്തിന്റെ മേൽ ഇറങ്ങുക. ഇൻ ദ നെയിം. പറഞ്ഞു സിസ്റ്റർ. ഒരു വള മേശപ്പുറത്ത് ഒരു വെച്ചിട്ടുണ്ട്, ഒരു വള. ഞാൻ 2 വള. അപ്പൊ എന്റെ ബാക്കി ബാലൻസ് എവിടെയാ? ഒരു വള കയ്യിലുണ്ടായിരുന്നു. ഒരെണ്ണം അലമാരിയിലാണ്. ഷാലു എന്നാണ് മോളുടെ പേര്, ഷാലു മോൾ. അതായത് സിസ്റ്റർ ഈ 2 വളയില് ഒരു വള അലമാരിക്കകത്തും ഒരു വള ടേബിളിലും വെച്ചേക്കുക. ഇതൊരു 2 പെയറാ സംഭവം, അതോ 2ആയിട്ട് വെച്ചേക്കുന്നതാണോ? ഒരു സൈസ് അല്ല, 2 സൈസ് വളയാണ്. ഇതൊന്ന് ഇവിടെ മേശപ്പുറത്തും ഒന്ന് അലമാരിയിലും. ഇത് രണ്ടും എപ്പോഴും പേര് ഷാ കുട്ടിയുള്ള പേരാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഷാ കുട്ടിയുള്ള പേരാണ് മോളുടെ വിളിക്കുന്നത്. ഇത് എപ്പോഴേലും സിസ്റ്റർ ഇത് 2 എണ്ണ എപ്പോഴേലും മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടോ? ഹലോ, പറഞ്ഞോ.
ബ്രദറെ എന്റെ 2 വളയിലും ഒരെണ്ണം ബോക്സിനകത്ത് വെച്ച് അടുത്ത് വെച്ചിട്ടുണ്ട്, ഒരെണ്ണം ഊരി അതിന്റെ പുറത്ത് വെച്ചിട്ടുണ്ട് അലമാരയുടെ അവിടെ, ഇവിടെ പുറത്ത് സ്റ്റാൻഡ് പോലെ മേശയുടെ Praise the Lord, brother. എന്റെ പേര് ഉഷ എന്നാണ്, എന്റെ മരുമോന്റെ പേര് ശ്യാം എന്നാണ്. ശ്യാം എന്നാ വരുന്നത്. പറഞ്ഞു. അതെ, ശ്യാം ബ്രദറെ, എന്നാണ്. എന്റെ ടേബിളില് ഒരു വള ഇരിക്കുന്നുണ്ട്, തൊട്ടടുത്ത് തന്നെ 2 വള വേറെ ഇരിക്കുന്നുണ്ട്, നീല ഹെൽമെറ്റ് ഇരിക്കുന്നുണ്ട്. ബ്രദറിനെ കാണാം. ഓക്കെ, ഇനി കേട്ടെ. ഇനി ഞാനിപ്പോ കയറുന്ന പറഞ്ഞിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുടുംബത്തിന്റെ അകത്ത് ഓഗസ്റ്റ് മാസവുമായിട്ട് ബന്ധമുള്ള കുടുംബം, ഇതിന്റെ അകത്ത് ഓഗസ്റ്റ് മാസവുമായിട്ട് ബന്ധമുള്ള ഭവനം. ഓഗസ്റ്റിലാണ് എന്റെ മോന്റെ മോൻ ജനിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ. ഓഗസ്റ്റ് 16. അപ്പൊ ഓഗസ്റ്റുമായിട്ട് ബോക്സും ഉണ്ട്, നീല ബോക്സും ഉണ്ട്. അപ്പൊ ഓഗസ്റ്റ് മാസവുമായിട്ട് ബന്ധമുള്ള ഭവനം യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിച്ചോണം. കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഞാൻ ഇപ്പോൾ തന്നെ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ഞങ്ങളുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. എൻ്റെ യേശുവേ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഞാനൊരു ഭവനത്തെ കർത്താവ് എന്നെ ഇങ്ങനെ കാണിക്കുക, ഞാനൊരു അടയാളം കാണിക്കുവാണ്. ഈ ഭവനത്തിന്റെ അകത്ത് ഈ 2 ദിവസം മുമ്പ് ഒരു കർട്ടൻ, ഈ നമ്മുടെ വൈൻ റെഡ് പോലത്തെ ഒരു കളറിലെ കർട്ടൻ പിടിച്ചുകൊണ്ട് എന്തോ ഒരു ചേഞ്ച് വരുത്തിയത്. ആ കർട്ടനിൽ, ആ കർട്ടൻ്റെ അകത്തൊരു ചേഞ്ച് വരുത്തി. ഇത് ഊരിയിട്ട് ഇത് കൈ പിടിച്ചുകൊണ്ട് നിന്നിട്ട് അവിടെ ഒരു ചേഞ്ച് വരുത്തി. ഈ വൈൻ റെഡ് കളറിൽ, അതായത് കടും ചുമപ്പല്ല, ഭയങ്കര കട്ടി റെഡല്ല, വൈൻ റെഡ് എന്ന് നമുക്ക് മനസ്സിലായല്ലോ, ലൈറ്റ് കളറിലെ റെഡ് കളർ വരുന്നത്. ഇങ്ങനത്തെ ഒരു കളറ് നമുക്ക് സാധാരണ കർട്ടനൊക്കെ വരുന്നൊരു കളർ ഉണ്ടല്ലോ. ഇങ്ങനത്തെ ഒരു കർട്ടൻ ചേഞ്ച് ചെയ്തൊരു മുറിക്കകത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക ഈ 2 ദിവസം മുമ്പ്. ഇത് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ മൊബൈൽ ഫോണിന്റെ അകത്തൊരു കാഴ്ച ഞാൻ കാണുവാണ്. ഒന്ന് എണ്ണം ഞാൻ കേണം, 1 2 3 4 5 6 7ാമത്തെ ഒരു നമ്പർ എസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരാ ഞാൻ കാണുന്നത്. ഇന്ന് അത് ഏത് വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഇന്ന് എൻ്റെ ഉള്ളത്തിൽ പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവിനാൽ ആ വ്യക്തി മുഖാന്തരം ഒരു സാക്ഷ്യം കേൾക്കാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ കൃപ ഇന്നവിടെ പെരുകുന്നല്ലോ. ഇന്ന് ആ ഭവനങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞ് ഇത് കാണിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് കട്ടനുമായിട്ട് എന്നെ ഒരു ബന്ധവുമില്ല. പക്ഷെ ആ വ്യക്തിയുടെ അടയാളമാണ്, നിങ്ങളുടെ പേഴ്സണലായിട്ട് നിങ്ങളിൽ നടന്നൊരു കാര്യമാണത്. അത് കർത്താവ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഡെലിവറൻസിനെ ചെയ്യാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടത് ആരാണോ, സൂമിലോ ലൈവിലോ എവിടെയാണോ, യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ സാക്ഷ്യമാക്കി തമ്പുരാൻ മാറ്റാൻ വേണ്ടി പോവാം. ലോർഡ് ജീസസ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. ആ വ്യക്തിയുടെ ജീവിതത്തിൽ സാക്ഷ്യമായി ഉണ്ടാകട്ടെ, സാക്ഷ്യമുണ്ടായി വരട്ടെ, പ്രതിസന്ധികൾ വിട്ടു മാറട്ടെ, പ്രതികൂലങ്ങൾ പറയാൻ വേണ്ടിയാണോ. വൈൻ റെഡ് കർട്ടൻ ഉണ്ട്. എന്റെ പേര് സജി എന്നാണ്, എസ് ആണ് എന്റെ പേരിന്റെ ആദ്യത്തെ. സിസ്റ്റർ, ഈ ഫോൺ നമ്പറിന്റെ അകത്ത് 7ാമത്തെ നമ്പർ പേര് എന്തുവാ? ഫോൺ നോക്കാൻ പറ്റുമോ? സൂം വെച്ചേക്കുവാണോ? 7ാമത്തെ ഫോണില് സിസ്റ്ററുടെ ഫോണില് കോൾ ലിസ്റ്റില്, അതായത് നമ്മളെ പേര് സേവ് ചെയ്തേക്കുന്നതിന്റെ അകത്ത് 7ാമത്തെ പേര് ആരാണോ അതിങ്ങനെ ഞാൻ കാണുന്നത് എസ് ആണ് കാണുന്നത്. അതാണോ നോക്കണം. ആണെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡെലിവറൻസ് നിങ്ങൾക്ക് സംഭവിക്കാൻ വേണ്ടി പോവാം. ചെക്ക് ചെയ്യണമേ. സൂം മീറ്റിംഗ് ഓണാക്കി വെച്ചിരിക്കുവാണെങ്കിൽ അതിന് ശേഷമോ അതിന്റെ ഇടയ്ക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നോക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയിട്ട് പറയുക, ലോർഡ് ജീസസ്, എൻ്റെ യേശുവേ, ഞാനിന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പം എൻ്റെ കർത്താവിന്റെ അത്ഭുതകരമായ സാക്ഷ്യമായി തീരട്ടെ. നന്മ കയറട്ടെ, നന്മ കൊയ്യട്ടെ. ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ വീര്യപ്രവർത്തികൾക്കായി സ്തുതിക്കുന്നപ്പ, ദൈവത്തിന്റെ അത്ഭുത കരത്തിനായി സ്തുതിക്കുന്നപ്പ. നന്മ നിറയട്ടെ, സാക്ഷ്യങ്ങൾ നിറയട്ടെ,
ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. എനിക്കറിയാം സമയം ഒത്തിരി മുന്നോട്ട് പോയി, ഭയങ്കരമായിട്ട് കയറിപ്പോയി. ബാക്കി സാക്ഷ്യങ്ങൾ നമുക്ക് നാളെ പറയാം. കാരണം നമുക്ക് വചനം ഇച്ചിരി ലെങ്ത് കൂടുതലായിരുന്നു. അതുകൊണ്ട് എങ്കിലും കർത്താവിൽ നിങ്ങളെ ഞാൻ ഓർത്ത് സന്തോഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബാക്കി സാക്ഷ്യങ്ങൾ, ബാക്കി ആലോചന ഇടപെട്ടവരൊക്കെ നാളെ, നിങ്ങൾക്ക് ടൈം കയറി ഒത്തിരി പോയി, അതുകൊണ്ട് ഞാൻ ഇന്ന് ചോദിക്കുന്നില്ല. ബാക്കി സാക്ഷ്യങ്ങളായിക്കോട്ടെ, ബാക്കി കാര്യങ്ങളായിക്കോട്ടെ, നാളെ നമുക്ക് അത് കേൾക്കാം. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്ന് രാത്രി നമുക്ക് എല്ലാ ദിവസത്തെ പോലെ രാത്രിയല്ല, രാവിലെ 3 മണി മുതൽ 4 മണി വരെ അന്യഭാഷാ പ്രാർത്ഥന നമുക്ക് നടക്കുന്നു. നടക്കാൻ പോകുന്ന പ്രാർത്ഥനകളെ ഏൽപ്പിച്ചു ദേശത്തിന് വേണ്ടി നമ്മൾ ഇടിവിൽ നിൽക്കുവാണ്. അത് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ആൾക്കാരുണ്ട്, വഴിയാത്രകളിലൊക്കെ ഉണ്ട്. അതൊക്കെ തക്ക സമയത്ത്, ഒരു ഡിലേ പോലും ആർക്കും വരത്തില്ല. എല്ലാം അത്ഭുതമായി തീരും. ഏറ്റവും ഭംഗിയായി അത് നടക്കും. ഒരു കുറവും അവിടെ കാണത്തില്ല. ആ പട്ടണത്തിൽ ഇതുവരെ കാണാത്ത രീതിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു എന്ന് ലോകം പറയും. നമ്മൾ പറയുമല്ല, കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നു എന്ന് നാട്ടുകാർ പറയുന്ന രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കാണാൻ വേണ്ടി പോവാ. അങ്ങനെ തന്നെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ വീര്യപ്രതിൽ നന്ദി. ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞു, വിതയ്ക്കേണ്ട സമയമാണ്. സാലറി കിട്ടുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അവനവന് ഹൃദയത്തിൽ തോന്നുന്നത് വിതയ്ക്കണം. വിതയ്ക്കുന്നവന് കൊയ്യാം. നിർബന്ധത്താൽ അരുതേ, ഒരിക്കലും അല്ല, നിർബന്ധമല്ല ഇത്. കൊടുക്കണോ ബ്രദറെ? കൊടുത്തില്ലെങ്കിൽ എനിക്കതിൽ ഒന്നും സംഭവിക്കത്തില്ല. കൊടുത്തില്ലെങ്കിൽ ബ്രദറെ മീറ്റിംഗ് നടക്കാതിരിക്കുക, ഒന്നും സംഭവിക്കത്തില്ല. മീറ്റിംഗ് ഏറ്റവും ബെസ്റ്റായിട്ട് നടക്കും. എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ സുവിശേഷ വേലയിൽ പങ്കാളിയാകുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരമാണ്. പലരും എന്ത് ചെയ്യുന്നുണ്ട്? പലരും ഓർക്കുന്നത് ചെറിയൊരു തുക കൊടുത്തല്ല. നമ്മളെപ്പോഴും തുക ഞാൻ പറയുന്നില്ല, ഹൃദയത്തിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ വിതയ്ക്കാവുള്ളൂ. അവനവന് ഹൃദയത്തിൽ തോന്നുന്നത് വിതയ്ക്കട്ടെ എന്ന് ബൈബിൾ പറയുന്നു. കർത്താവ്, എനിക്ക് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിതയ്ക്കണം. എൻ്റെ അകത്ത് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാര്യം ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ സംഭവിക്കും. സാമ്പത്തികമായിട്ട് നിങ്ങളുടെ ജോലിയിലും ബിസിനസ്സിലും വർധനമുണ്ടാകും. വിതയ്ക്കുന്നവൻ കൊയ്യുമെന്ന് ബൈബിൾ പറയുന്നു. വിതയ്ക്കുന്നവൻ കൊയ്യും. അപ്പൊ കിട്ടാൻ വേണ്ടിയാണോ വിതയ്ക്കുന്നത്? അല്ല, അനുഗ്രഹിക്കപ്പെട്ടത് കൊണ്ട് ഞാൻ വിതയ്ക്കുക. അങ്ങനെ വിതയ്ക്കാവുള്ളേ. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനായതുകൊണ്ട് ഞാൻ വിതയ്ക്കുക. 1 വെച്ച് 2, 2 വെച്ച 3 എന്നുള്ള പരിപാടിയല്ല. ഞാൻ അനുഗ്രഹമാണ്, അതുകൊണ്ട് ഞാൻ വിതയ്ക്കുക. കർത്താവ് വിതച്ച മക്കളെ അനുഗ്രഹിക്കുന്ന സ്ക്രീനിൽ കാണാൻ പറ്റും. വിതയ്ക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് മുന്നോട്ട് കാണാൻ പറ്റും. വിതയ്ക്കണം. ഈ മാസമൊക്കെ വിതയുടെ മാസം. കാര്യം നമുക്ക് മാർച്ച് ഏപ്രിൽ മാസം നമ്മുടെ വലിയ മീറ്റിങ്ങുകൾ വരുന്ന ടൈമാണ്. അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. നമുക്ക് വലിയ വലിയ മീറ്റിങ്ങുകളാണത് സാധാരണ. നമുക്ക് പിന്നെ അതിനുശേഷം നമ്മുടെ പ്രയർ സ്റ്റേഷനും അതിൻ്റെ ബാക്കി നമ്മളതിൽ പ്രയർ സ്റ്റേഷനിലുണ്ട് ഉപയോഗിക്കുവാണ്. മുന്നോട്ട് അനേക ജനം വിടുവിക്കപ്പെടണം. ഇപ്പോൾ നമ്മൾ ഒത്തിരി സൗഖ്യം കേട്ടില്ല, ഇതെല്ലാം നടക്കും. പട്ടണങ്ങളിൽ അനേകം നടക്കാൻ കഴിയാത്തവർ ഓടും. ഒത്തിരി തളർവാദ രോഗികൾ എണീറ്റ് വരും. കൂട്ടിക്കൊണ്ട് വരണം. യേശു അത്ഭുതം ചെയ്യും. കർത്താവ് വിതച്ച മക്കളെ അനുഗ്രഹിക്കുന്നു. അവരുടെ അതിരുകൾ വിസ്താരമാകും. അവരുടെ ജോലിയെ ബ്ലസ് ചെയ്യുന്നു. ഒറ്റ പൈസ പോലും പാഴാകത്തില്ല. ബൈബിൾ പറയുന്നതിൻ്റെ അധ്വാനം നീ തന്നെ ഭക്ഷിക്കും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വന്നിരിക്കുന്നു. അവരുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്ന യഹോവ ഞങ്ങളുടെ കളപ്പുരകളെയും ഞങ്ങൾ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹം കൽപ്പിച്ച് ഉയർച്ച തന്നെ പ്രാപിക്കും. വാരി വിതറി കൊടുക്കുക, അവർ വായ്പ മേടിക്കത്തില്ല. കർത്താവെ ഞാൻ അനുഗ്രഹിക്കുന്നു. നന്മ നിറയട്ടെ. എല്ലാ ബ്ലെസ്സിങ്ങും നടക്കട്ടെ. ഒരു പൈസ പോലും പാഴായി പോകത്തില്ലപ്പ. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതങ്ങളുടെ ദൈവം. മറക്കരുത്, മാർച്ച് 31 മുതൽ ഏപ്രിൽ മാസം 10 വരെ പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നു. രോഗസൗഖ്യം ആഗ്രഹിക്കുന്നവർ, കർത്താവിൽ നിന്നൊരാലോചന കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചോണ്ടേ ഒരാൾ ഓടിച്ചാടി വരരുത്. ബ്രദറിനെ നോക്കി വരരുത്. കർത്താവിനെ നോക്കി പ്രാർത്ഥിച്ച്, കർത്താവ് എന്നോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ശരിക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അപ്പോസ്തലനായ പൗലോസ് പറ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ നാവിന്മേൽ കർത്താവിൻ്റെ വചനം പറയണം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാ. അതിൻ്റെ അർത്ഥം എന്തുവാ? പൗലോസിൻ്റെ ബുദ്ധിയിലല്ല അവിടെ പ്രവർത്തിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് അവിടെ ഡൊമിനേറ്റ് ചെയ്യണം. പറയണം, കർത്താവ് എൻ്റെ വിഷയങ്ങൾ എന്നോട് കർത്താവ് സംസാരിക്കണം. ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം. എന്നോട് കർത്താവ് ഇടപെടണം. ദൈവം എൻ്റെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. എൻ്റെ കർത്താവ് എൻ്റെ വിഷയങ്ങൾ എടുത്തു പറയണം. ദൈവമേ, എന്നോട് കർത്താവ് സംസാരിക്കണമെന്ന് പറഞ്ഞു വരണം. അങ്ങനെ വേണം നിങ്ങൾ പ്രാർത്ഥനയിൽ വരാൻ വേണ്ടി. ഒരുക്കത്തോടെ വരണം. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. ഗോഡ് ബ്ലസ് യു.